നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കാലം മാറിയിട്ടും വെളിവ് വരാത്ത ചില മതപണ്ഡിതർ നമുക്കിടയിലുണ്ട്. ഇവരെ പണ്ഡിതരെന്നൊക്കെ വിളിക്കുന്നത് തന്നെ അശ്ലീലമാണ്. അത്തരത്തിലൊരാളാണ് കാന്തപുരം വിഭാഗം നേതാവായ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി. കോഴിക്കോട് കടിയങ്ങാട് സ്വദേശിനി നബീസുമയുടെ പങ്കാളി 25 വർഷം മുമ്പ് മരിച്ചുപോയതാണ്. ജീവിതത്തോട് പടവെട്ടി ആ സ്ത്രീ മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി. ഇപ്പോൾ 55 വയസ്സുള്ള ആ ഉമ്മയെ മഞ്ഞിൽ വിരിഞ്ഞ മണാലിയുടെ സൗന്ദര്യം കാണാൻ മക്കൾ കൂട്ടിക്കൊണ്ടുപോയി. മനസ്സുകൊണ്ട് മാത്രം കണ്ടിട്ടുള്ള മഞ്ഞ് കണ്ടപ്പോൾ സ്വാഭാവികമായും ആ ഉമ്മ ആഹ്ലാദത്തിലായി. നാട്ടിൽ തൻ്റെ കൂട്ടുകാരികളോട് ഇതൊക്കെ വന്ന് കാണാതെന്ത് ജീവിതമെന്ന് ചോദിച്ചു. ആരെയും പ്രചോദിപ്പിക്കുന്ന ദൃശ്യവും വാക്കുകളുമായിരുന്നു അത്. ആ പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ സ്ത്രീകളെ ലോകം കാണാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം വിമർശനവുമായി വന്നിരിക്കുകയാണ് പുഴക്കാട്ടിരി ഉസ്താദ്. പുള്ളിക്ക് തീരെ സഹിച്ചില്ല. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച വല്യുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന സ്വലാത്തും ദിക്റും ചൊല്ലുന്നതിന് പകരം ഏതോ അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി എന്നൊക്കെയാണ് പുള്ളിയുടെ പരിഹാസം. മഞ്ഞു വാരി എങ്ങനെ അവർ ഇടുകയാണ് മൂപ്പത്തി എന്നും പറയുന്നുണ്ട്. വലിയ പണ്ഡിതൻ ഇതൊക്കെ പറഞ്ഞതോടെ കുറേ ആളുകൾ നബീസുമയ്ക്ക് നേരെ തിരിഞ്ഞു. ആകെ ഭയന്ന നബീസുമ എന്ന സാധാരണക്കാരിയായ ആ വീട്ടമ്മ വീടിന് പുറത്തിറങ്ങാതെ ഇരിക്കുകയാണ്. പുഴക്കാട്ടിരിയുടെ ആഭാസ വർത്തമാനത്തിൽ തകർന്നത് ഒരു സാധാരണ കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷമാണ്. നിങ്ങൾ ഇതുകൊണ്ട് എന്തു നേടിയെന്ന് ഈ ഉമ്മയ്ക്ക് മരണവീട്ടിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പറയുന്നത് നബീസുമയുടെ മകൾ ജിഫ്നയാണ്. നാണം ലവലേശമെങ്കിലും ഉണ്ടെങ്കിൽ പുഴക്കാട്ടിരി മാപ്പ് പറയുകയാണ് വേണ്ടത്. ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി വെറും ഉസ്താദ് മാത്രമല്ല, സുന്നി വോയിസിൻ്റെ എഡിറ്റർ ഇൻ ചാർജ് കൂടിയാണ് എന്നത് ഓർക്കണം. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ? അത് വിലക്കാൻ ഉസ്താദാര്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ശ്രീ ദിവാകരനാണ് ആദ്യ പ്രേക്ഷകരായി ചേരുന്നത്. ശ്രീ ദിവാകരൻ, ഈ ഒരു 55 വയസ്സുള്ള ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ചുപോയതാണ്. അവർ മക്കളെയൊക്കെ വളർത്തി, മക്കളൊക്കെ ഒരു നിലയിലായി. അപ്പോൾ ആ മക്കൾ ഉമ്മയെ മണാലിയിൽ കൊണ്ടുപോയി മഞ്ഞ് കാണിക്കാനും, ആ മഞ്ഞിൽ സ്വാഭാവികമായും മലയാളി ചെന്ന് മഞ്ഞ് കാണുമ്പോൾ അവർ ആ സന്തോഷത്തിൽ അവരുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ച് നിങ്ങളൊക്കെ ഇത് കാണണമെന്ന് പറയുകയും ഒക്കെ ചെയ്തു. വലിയ സ്വീകാര്യതയായിരുന്നു ആ വീഡിയോയ്ക്ക്, ആ റീൽസിന് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ലഭിച്ചത്. പക്ഷേ ഈ ഇബ്രാഹിം പുഴക്കാട്ടിരി പറയുന്നത് ഇങ്ങനെ വിധവയായിപ്പോയാൽ അവർ വീട്ടിൽ ചടഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവർ വീടിന് പുറത്തിറങ്ങരുത് എന്നൊക്കെയാണ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. പരിഷ്കരിച്ച് ചന്ദ്രനിൽ വരെ കാലുകുത്തി എത്രയോ പതിറ്റാണ്ടായി. ലോകം ഇങ്ങനെ മാറ്റി പഴയ കാട്ടറിവികളെ ആ രീതിയെ, ഞാൻ ജാതി മതമൊന്നും പറയുന്നല്ല, പഴയ രൂപം തന്നെ ഇങ്ങനെ കൊണ്ട് നേടിയാ നടക്കുക. പിന്നെ അതുമല്ല, ആ സ്ത്രീ എന്ന് പറഞ്ഞാല് ഒരു ഒറ്റ ജന്മയില്ലു, ഒരു ജീവിതത്തിൽ ഒരു സുഖം അനുഭവിക്കണ്ടേ. ഇത് മാളത്തിൽ തന്നെ നിൽക്കല്ല. എന്ത് പണ്ഡിതന്മാരാ വെറുതെ ലേബലിട്ടിട്ട് ഓർക്ക് വേറെ എന്തെങ്കിലും അറിയാം. ഓർക്ക് പിന്നെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എല്ലാം പൂർണ്ണ 100 ഇത് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് കുറേ ആള് എല്ലാ ജാതി മതത്തിലുണ്ട്. എല്ലാം ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ, ഈ പുഴക്കാട്ടിരിയുടെ അഭിപ്രായത്തെ കാണുന്നത്? നമസ്കാരം. സാർ. നമസ്കാരമുണ്ട്, കേൾക്കാം, പറഞ്ഞോളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ചട്ടത്തിനനുസരിച്ചിട്ട് ആർക്ക് എവിടെ പോകാനും അധികാരമുണ്ട് ഭരണഘടന ചട്ടത്തിൽ നിന്നുകൊണ്ട്. അതിനാരുടെ ഉപദേശം ആവശ്യമില്ല. ആ പറയുന്നതിനോട് പോകാൻ പറഞ്ഞാൽ മതി. വൈക്കാടെ കുത്തിരിക്കുക. അപ്പോഴേ കേടെ പോകണോ വരുന്നത് അവരാ തീരുമാനിക്കേണ്ടി. അത് വേറൊരാളുടെ ഉപദേശം ആവശ്യമില്ല. ഇത്രയാ പറയുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ ശക്തവും വ്യക്തവുമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് വന്നു. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ എങ്ങനെയാണ് ഈ മതപണ്ഡിതൻ എന്നൊക്കെയാണ് പറയുന്നത്, ഇവരൊക്കെ എങ്ങനെയാണ് പണ്ഡിതർ എന്ന് വിളിക്കുന്നതെന്ന് അറിയില്ല. അദ്ദേഹം പറയുകയാണ് ഒരു വിധവയായതുകൊണ്ട് അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥന ചൊല്ലി ഇരിക്കേണ്ടവരാണ്, അവരെങ്ങനെ മഞ്ഞിൽ കളിക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ് പറയാം. നമസ്കാരം. ശരിക്കും മനു മെനഞ്ഞാന്ന് ഉറപ്പ് തന്ന ഇന്ന് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റി ചർച്ചയ്ക്ക് എടുക്കാമെന്ന്. നമ്മൾ ആശാവർക്കർമാരുടെ സമരം ഇന്നലെ നമ്മുടെ രാത്രിയിൽ നമ്മുടെ പ്രൈം ഡിബേറ്റ് ആയിരുന്നു. നമ്മൾ നിരന്തരം എടുത്തുകൊണ്ടേയിരിക്കുകയാണ് ആ വിഷയം.
ഞാൻ കാണുന്നുണ്ട്. അല്ല, ഇത് ചർച്ചയ്ക്ക് പൊതുവഴി വെക്കാമെന്നും ഞാൻ ഉറപ്പ് വന്നതായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നുകൊണ്ടാണ് അത് കുറെ ആ വിഷയത്തിൽ നമുക്ക് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് തന്നെ പലതവണ ചർച്ച നടത്തിയത് കൂടിയാണ്. പിന്നെ കുറെ വിദ്യാഭ്യാസമോ കുറെ അറിവോ ഉണ്ടെന്ന് വിചാരിച്ച് വിവരം ഉണ്ടാകണമെന്നില്ല. ഈ ഒരുപറ്റം ആൾക്കാരുടെ കാര്യം പറയാം, മതപണ്ഡിതന്മാരുടെ പൊതുവേ ഉള്ള എല്ലാ മതപണ്ഡിതന്മാരും ചെയ്യുന്ന വൃത്തികെട്ട ഏർപ്പാടാണ് ഈ കാണിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരു മതപണ്ഡിതന്മാരും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും. ശ്രീ തിലകൻ, 55 വയസ്സുള്ള ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് 25 വർഷം മുമ്പ് മരിച്ചു പോയതാണ്. അവർ കുട്ടികളെയൊക്കെ വളരെ പ്രയാസപ്പെട്ട്, എത്രത്തോളം പ്രയാസപ്പെട്ടായിരിക്കും വളർത്തിയെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ കുട്ടികളൊക്കെ ഒരു നിലയിലെത്തിയപ്പോൾ അവർ ഉമ്മയെ മഞ്ഞ് കാണിക്കാൻ വേണ്ടി മണാലിയിലേക്ക് കൊണ്ടുപോയി. അവരൊരു വീഡിയോ ഇട്ടതിൻ്റെ പുറത്താണ് അവർക്ക് മേൽ ഇത്തരം പരിഹാസമൊക്കെ ചൊരിയുന്നത് ഈ ഇബ്രാഹിം പുഴക്കാട്ടിരി. താങ്കൾക്ക് പറയാം. ശ്രീമതി ജയ, കേൾക്കാമോ? ശ്രീമതി ജയയ്ക്ക് കേൾക്കാമെങ്കിൽ പറയാം. നമസ്കാരം കിരൺ. നമസ്കാരം. കിരൺ, ഇത് ഒട്ടും ശരിയായിട്ടില്ല അയാളുടെ ഒരു വർത്തമാനം. കാരണം അവര് നല്ല പ്രായത്തിൽ അവര് വിധവയായ ഒരു സ്ത്രീയാണ്. അപ്പൊ ആ സമയത്തൊക്കെ അവര് വളരെ വിഷമിച്ച് ഇത്രയും നാള് മക്കളെയൊക്കെ വളർത്തി അവരൊരു പരുവായപ്പോ അവര് കൊണ്ടുപോകുന്നതിന് ഇങ്ങർക്ക് എന്താ വിഷമം? അവര് പോയി ആസ്വദിക്കട്ടെ, എല്ലാരും പോയി കാണട്ടെ. എനിക്കത് ഒത്തിരി വിഷമമായിപ്പോ അങ്ങനെ പറഞ്ഞു. ആ സ്ത്രീയുടെ ഭാവം കണ്ടായിരുന്നോ? ഇപ്പൊ അവര് ഒരു മരണം നടന്നിട്ട് ആ വീട്ടിൽ പോലും പോവാൻ പറ്റുന്നില്ലെന്ന് എല്ലാവരുടെയും ചോദ്യങ്ങള്. അതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇത് കൊടുക്കണം, ഫോണിൽ കൂടെ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തണം പുള്ളിയെ. അതാണ് വേണ്ടുന്നത്. ശരി, സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രായത്തിലൊരു സ്ത്രീക്ക് അതൊക്കെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുകയും ഭൂമിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ വേണ്ടി കൂടി ഉള്ളതാണല്ലോ. അതൊക്കെ കാണുന്നത് തന്നെ മനുഷ്യന് വലിയ സന്തോഷമാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോയേണ്ടതുണ്ട്. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ പുഴക്കാട്ടിരിയുടെ അഭിപ്രായത്തെ കാണുന്നത്? ശ്രീ ഷാജി പറയാം. ഞാനിവിടെ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. ഹലോ ഹലോ, ശ്രീ ഷാജി കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തുവായിരുന്നു ഇന്നത്തെ ചർച്ച? എന്തുവായിരുന്നു? താങ്കൾ അത് കണ്ടില്ലേ? ഈ ഒരു വിധവയായ സ്ത്രീ അവരുടെ 55-ാം വയസ്സിൽ അവരുടെ മക്കൾ അവരെ മണാലിയിൽ കൊണ്ടുപോവുകയും അവർ മണാലിയിൽ വെച്ച് മഞ്ഞ് വാരി കളിക്കുകയും ഒക്കെ ചെയ്തു. അവരൊരു റീൽസ് അവിടെ വെച്ചിട്ടിരുന്നു. അവരുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഇത് വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ വിധവകൾ എങ്ങനെ വീട്ടിലിരിക്കേണ്ട പ്രായമാണ്, അവർ അങ്ങനെ വീട്ടിലിരിക്കണം, ഇങ്ങനെ അന്യ നാടുകളിലൊന്നും നടക്കരുതെന്നാണ് ഈ പുഴക്കാട്ടിരി പറഞ്ഞത്. ഭർത്താവല്ല, പുഴക്കാട്ടിരി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനാണ് പറഞ്ഞത്. പണ്ഡിതൻ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. ഈ കേരള സർക്കാർ ഇതൊന്നും കാണുന്നില്ലേ? സർക്കാർ എന്ത് കഴിച്ചു ശ്രീ ഷാജി? സർക്കാർ എന്ത് ചെയ്യണം? സർക്കാർ ഇതൊക്കെ നോക്കണ്ടേ? സർക്കാരാണോ ഇതൊക്കെ നോക്കേണ്ടത്? നിങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് കണ്ടുപിടിക്കും. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഞാൻ പറയുന്നത് ഈ പഴയ കാലത്തുള്ള കീഴ്വഴക്കങ്ങളെ മാറിയേ പറ്റുള്ളൂ. കാരണം നമ്മൾ പല വനിതകളും പല രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, ഒരു വിധവയാണ് എന്നുള്ളത് കരുതി അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നൊരു അഭിപ്രായം നമുക്ക് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കാലാകാലങ്ങൾ കഴിയുമ്പോൾ ഓരോരോ ഈ ചട്ടക്കൂടുകളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം മാറണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? ശരി, അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴും ആ വെളിവ് വരാത്ത ചില ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. നമ്മളതിപ്പോ അങ്ങനെയുള്ള ഒരുപാട് കണക്കുകൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരാത്ത അത്രയും. ഇത് ഈ ഇബ്രാഹിം പുഴക്കാട്ടിരി ഒരു വ്യക്തിയല്ല യഥാർത്ഥത്തിൽ. ഈ സമാനമായ രീതിയിലുള്ള വ്യക്തികൾ പല മതങ്ങളിലും പല സമുദായങ്ങളിലും ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വനിതകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ നമ്മൾ പറയേണ്ടി വരും. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് സാറേ പറയാനുള്ളത് ഇന്നത്തെ വിഷയം എടുത്തു തന്നെ നന്നായി. കാരണം അടുത്ത ഒരു ധീരമായ ഒരു വനിതയ്ക്ക് ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുക. ചുണക്കുട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുക. അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? അതൊരു സ്ത്രീയാ, ഇതൊരു സ്ത്രീയല്ലേ? അപ്പൊ ബന്ധമുണ്ടല്ലോ. ഇതുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരു കാര്യമൊന്നും അല്ലല്ലോ. ബന്ധം കാണിയല്ലോ. അതെന്താ അങ്ങനെ അത് പറയട്ടെ, അത് പോട്ടെ. പിന്നെ ഇതിപ്പോ എന്നാന്ന് വെച്ചാല് ഇവിടെ ഇപ്പൊ ജനചാനലും ഈ നമ്മുടെ ഈ ന്യൂസ് സീറ്റും ചർച്ചയ്ക്ക് എടുത്തും വാർത്ത കാണിക്കും. ഒന്നുമല്ല, എല്ലാ ചാനലുകളും ഈ ചാനലുകൾ താങ്കൾ മറ്റു ചാനലുകൾ കാണാത്തതുകൊണ്ട് തോന്നുന്നതായിരിക്കും.
കാണാത്തോണ്ടൊന്നല്ല, നോക്കുകയൊക്കെ ചെയ്തു. ഒരു ചാനലിൽ ഇത് താങ്കൾ ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നു എന്ന് നമുക്കറിയാം. ഇത് അങ്ങനെ ഞങ്ങളെ ഏതെങ്കിലും താങ്കളുടെ ഇഷ്ടമില്ലാത്ത വിഷയം വരുമ്പോൾ താങ്കൾ ആ രീതിയിൽ പ്രതികരിക്കും, താങ്കൾക്ക് താല്പര്യമുള്ള വിഷയം വരുമ്പോൾ. ഇത് ഈ മുസ്ലിം മതത്തിൽ മാത്രമല്ല, ഇത് ഹിന്ദു മതത്തിലും സമാനമായ രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്, എല്ലാ ക്രിസ്ത്യൻ മതത്തിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട് ഇത്തരം ഉണ്ടാണ്ട്. ഈ മുസ്ലിം മതത്തില് അല്ല ക്രിസ്ത്യൻ മതത്തില് ഹിന്ദു മതത്തിൽ ഇപ്പൊ ബുദ്ധിജീവികളും ചാനലുകാരും എല്ലാം കൂടെ കിടന്ന് ഇവിടെ കിടന്ന് ആകെപ്പാടെ ചേനപ്പാടിയാക്കിയാണ്. അപ്പൊ അത് ഉണ്ടാകുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, ആരും അനങ്ങുന്നില്ല. പക്ഷെ വേറെ മതത്തിൽ ഏതെങ്കിലും 2 മതത്തിലായിരുന്നു ഇപ്പൊ കാണാമായിരുന്നു. എവിടെ ഇതേ ആളുകളൊക്കെ തന്നെയല്ലേ എണ്ണി പറയിക്കാനാണെങ്കിൽ എത്ര എണ്ണമെങ്കിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട് ഇത്തരം ആളുകൾ. എല്ലാ മതത്തിലും ഉണ്ട്. മറ്റുള്ള മതത്തിൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിതി എന്നായിരിക്കും? ഒരു സ്ഥിതിക്ക് വ്യത്യാസവുമില്ല. ചർച്ചയാണല്ലോ, ഇന്നൊരു പൊതുവേദിയിലാണല്ലോ ഈ ചർച്ച. ഇത് ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് സ്ഥിരമായി താങ്കളുടെ വർഗീയമായ കാഴ്ചപ്പാടുകൾ വെച്ച കാര്യങ്ങളെ ചിന്തിക്കാൻ കഴിയും. ഞങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അത് തന്നെയാണ് കുഴപ്പം. അത് ഞങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. അത് അവിടെ ഏത് മതം എന്നുള്ളതല്ല, ഒരു സ്ത്രീയുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതിന് ഏത് മതക്കാരൻ നടത്തിയാലും അതിനെതിരെ ഇങ്ങനെ തന്നെ പ്രതികരിക്കും. അല്ല, ഒരു സ്ത്രീയുടെ അവകാശത്തെ പറ്റി ഞാൻ ആദ്യം പറയാം. അന്നേരം പറഞ്ഞ അത് ഇതുമായിട്ട് എന്താ ബന്ധം? ഡൽഹിയിൽ മുഖ്യമന്ത്രിയാക്കിയതും ഈ വിഷയമായിട്ട് ബന്ധമുണ്ടോ? എന്തെങ്കിലും സത്യസന്ധമായിട്ട് പറയണം. അത് തിരിച്ചു മറിച്ചു കൊണ്ട് നിങ്ങൾ കൊണ്ട് കുത്തുന്നത് എവിടെയാണെന്നുള്ള ഞങ്ങളെ പോലുള്ളവർക്ക് അറിയാം. നിങ്ങൾ അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, അതല്ലേ അത് അല്ല പറയുന്നത്. ഞങ്ങൾ എന്തെങ്കിലും സത്യസന്ധമായ കാര്യം ഇവിടെ നിങ്ങൾ സത്യസന്ധമായ കുറെ കൂടി സത്യസന്ധമായ ലോകത്തെ നോക്കി കാണുക, കുറെ കൂടി വിശാലമായ വീക്ഷണം ഉണ്ടാവുക, എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള വിശാലമായ വീക്ഷണത്തിലേക്കൊക്കെ വരിക, അതാണ് നല്ലത്. അങ്ങനെ കുറച്ച് വാക്ക് മാത്രം പോരല്ലോ. അങ്ങനെ ആ ഒരു വീക്ഷണത്തിലേക്ക് വരിക. ഭാരതീയ ചിന്താഗതിയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ആ ചിന്താഗതിയിലേക്ക് വരിക. എല്ലാ മതങ്ങളും ഒരേപോലെ കാണാൻ കഴിയണം. അന്യമതസ്ഥനെ ശത്രുവായിട്ടല്ല കാണേണ്ടത്. ശരിയാ കിരണേ, വേദാന്തം നല്ല ഓതാ ഇങ്ങനെ. പക്ഷെ ഇവിടെ പ്രവൃത്തിയിൽ അങ്ങനെയല്ല കാണുന്നത്. ഇവിടെ പ്രവൃത്തിയിൽ ഏത് മതക്കാർക്കാണ് കൂടുതൽ ഇന്ത്യയിൽ ആ തരത്തിലേക്കുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നൊക്കെ താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കുമല്ലോ. അതെ അതെ അറിയാം. താങ്കളുടെ ഇത് പ്രതിദാനം ചെയ്തല്ലോ. ശശി തരൂർ നല്ലവരെ. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് ഏത് വിഷയം വന്നാലും ഈ തരത്തിലേ ചിന്തിക്കാൻ കഴിയൂ. ശശി തരൂർ നിങ്ങൾക്കെല്ലാം ഉത്തരവാ. ശശി തരൂർ പറഞ്ഞു. ശശി തരൂർ ഒരു ഉത്തരവും പറഞ്ഞില്ല. ശരി, ശ്രീ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വെച്ചപ്പോഴും പുള്ളി പറഞ്ഞു. ശ്രീ മിനിയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു 85 വയസ്സുള്ള ഒരു സ്ത്രീ ജീവിതത്തോട് പടവെട്ടിയാണ് സ്വന്തം മക്കളെയൊക്കെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കി. അവരെ കൊണ്ട് മണാലിയിൽ മഞ്ഞ് കാണിക്കാൻ കൊണ്ടുപോയി. അവരൊരു വീഡിയോ ഇട്ടു. അപ്പോഴേക്കും ചില മതപണ്ഡിതരൊക്കെ വന്നിട്ട് ഇത് എന്തോ ഒരു മഹാ അപരാധമായി എന്ന മട്ടിലാണ്. ആ സ്ത്രീക്ക് ഇപ്പോൾ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അവരെ മാനസികമായി സാധാരണ സ്ത്രീകളാണ്. അവരിങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരൊരിക്കലും മതത്തെ ഒന്നും ധിക്കരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചിലർ പറഞ്ഞാൽ അവർ മാനസികമായി തകർന്നു പോകും. എന്താണ് പറയാനുള്ളത്? ഈവനിങ് കിരൺ സാർ. ഗുഡ് ഈവനിങ്. ഞാൻ എത്ര ദിവസം കൊണ്ട് വിളിക്കാം മൻസാറിനെ എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഉറപ്പായിട്ടും അന്വേഷണം പറയാം സാറേ. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഈ മതപണ്ഡിതന്മാര് പറയാൻ തുടങ്ങിയാലത്തെ അവസ്ഥ എന്താ? അത് ഏത് മതപണ്ഡിതന്മാരായാലും ജനങ്ങൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ പറയണം. 25 വർഷമായിട്ട് ഒരു ഭർത്താവ് മരിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്താന് ആ ഒരു ലേഡി എടുത്ത എഫേർട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ സാറേ. ഒരു മനുഷ്യൻ ഒരു ജീവിതമേ ഉള്ളൂ. അതിനകത്ത് ചിലപ്പം പാർട്ട്നേഴ്സിനെ നഷ്ടപ്പെടാതെ അതൊന്നും പറഞ്ഞിട്ട് അവരെന്നും അങ്ങനെ അടച്ചുകൂടും. നമുക്ക് ഈ കോവിഡ് വന്ന സമയത്ത്, കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഫുള്ളി വീടിലിരുന്ന സമയത്ത് എത്രയോ പേർക്ക് ഡിപ്രഷനും എന്തെല്ലാം മാനസികാസ്വാസ്ഥ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ 25 വർഷം ഈ കുഞ്ഞുങ്ങളെ അവരുടേതായിട്ടുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചു വളർത്തി വലുതാക്കി ആ കുഞ്ഞുങ്ങള് അമ്മയ്ക്ക് കൊടുക്കുന്ന സന്തോഷത്തിന് ആരെതിര് പറയാനാ സാറേ? എന്തൊരു മോശമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ. ശരിയാണ്, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സബീലാണ് കട്ടപ്പനയിൽ നിന്ന്. ശ്രീ സബീൽ, താങ്കൾ എങ്ങനെയാണ് ഈ പുഴക്കാട്ടേരിയുടെ വർത്തമാനത്തെ കാണുന്നത്? സാറേ, അവര് ഈ 25 വർഷമായിട്ട് അവര് സങ്കടപ്പെട്ടുള്ള ജീവിതം നയിച്ച ഒരാളാണ്. അവർക്ക് ആ 25 വർഷത്തിനിടയ്ക്ക് ഈ മക്കളാണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോയത് ആ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി. ഇസ്ലാമിൽ ഏറ്റവും പറഞ്ഞേക്കുന്നത് നമ്മൾ യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ആ 25 വർഷത്തിനിടയ്ക്കല്ല അവരങ്ങോട്ട് പോയി ആ മഞ്ഞി കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കും പോകാൻ പറ്റിയാലും ദിവസം അവര് പോയി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. പക്ഷെ ഇത് മുടക്കുന്ന ചിലരുണ്ട്. അവരെ ഒന്നും ഈ കേരളത്തിന് ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയത്തിൽ മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സക്കറിയാണ് ചെറുപുഴയിൽ നിന്നും. ശ്രീ സ്കറിയ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. കിരണേ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വേറും പുച്ഛമായിട്ടാണ് തോന്നുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഏത് യുഗത്തിൽ ഇന്ന് താമസിക്കുന്നത്? ഈ പണ്ഡിതൻ എന്ന് പറയുന്ന ആൾ എന്ത് പാണ്ഡിത്യമാണ് പുള്ളിക്കുള്ളത്? പുള്ളിയുടെ വീട്ടിലുള്ള സഹോദരിമാരും അമ്മമാരും
പുള്ളിയുടെ ഭാര്യ ഒന്നും ആ പുള്ളിയുടെ വീട്ടിന്റെ അറക്കകത്തുനിന്ന് പുറത്തിറങ്ങാറില്ല, വെളിച്ചം കാണിക്കാറില്ല. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ വന്നിട്ടില്ലേ? ഇയാളൊന്നും ഒരിക്കലും പണ്ഡിതൻ പല രാഷ്ട്രങ്ങളിലെയും തലപ്പത്ത് തന്നെ മുസ്ലിം സ്ത്രീകൾ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പൊ ഇവനെ ഒന്നും പണ്ഡിതൻ എന്ന് വിളിക്കാൻ പാടില്ല, ഇവനെയൊക്കെ വിളിക്കേണ്ട വേറെ. അപ്പൊ ആ കൂട്ടി വേറെ വിളിക്കണ്ടേ? കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഇത് 25-ാം ആണ്ടായി. 25 കൊല്ലം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വളർത്തി അവർ പോയി എല്ലാ രാജ്യത്തും എല്ലായിടത്തും പോകാനുള്ള സ്വാതന്ത്ര്യമില്ലേ? പിന്നെ ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയെ ഇതുപോലെ അവമാനിച്ചതിന്റെ പേരിൽ അയാളുടെ പേരിൽ കേരള സർക്കാർ കേസെടുക്കുകയുണ്ട്. 10 മിനിറ്റ് നോക്കിയാൽ സ്ത്രീയുടെ പേരിൽ 10 മിനിറ്റ് നോക്കിയാൽ കേസെടുക്കണം എന്ന് പറഞ്ഞ് DGP ഉള്ള നാടാ നമ്മുടെ. അപ്പൊ ഇത് സ്ത്രീയെ അവമാനിക്കുന്നല്ലേ? കേസെടുക്കണം. ഇവൻ പണ്ഡിതനല്ല, ഇവന് പാണ്ഡിത്യവും ഇല്ല. അതെല്ലാ മതത്തിലും ഉണ്ട്. അല്ല, പാണ്ഡിത്യം ഞാനത് പറഞ്ഞില്ലല്ലോ. പാകൂട്ടിയെ വിളിക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങനത്തെ സംസാരശൂന്യമായ വർത്തമാനങ്ങൾ പറയുന്നത്. ഇവനൊന്നും പണ്ഡിതനല്ലെന്നേ. കുറെ വിവരം ഉണ്ടെന്നും പറഞ്ഞ് തലപ്പാവാൻ പറ്റിട്ട് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൈക്കിന്റെ മുന്നിൽ നിന്ന് വർത്താനം പറയാം. അയാൾ നേരിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അയാൾക്ക് മിണ്ടാൻ വായിൽ പഴമായിരിക്കുമല്ലോ. ഏതവൻ എനിക്ക് മൈക്കിന്റെ മുന്നിൽ നിന്ന് പറയാം നാട്ടുകാരോട്. ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഒരു സ്ത്രീ അവരുടെ ജീവിതത്തോട് പടവെട്ടി അവർ ഈ സമൂഹത്തോട് പടവെട്ടി ഇങ്ങനെയൊക്കെ മക്കളെയൊക്കെ പഠിപ്പിച്ചൊരു നിലയിലാക്കി ആ മക്കളുടെ ഒപ്പം അവർ മണാലിയിൽ ഒരു യാത്ര പോയതാണ്. ആ സന്തോഷം അവർ അവരുടെ കൂട്ടുകാരികളോട് പങ്കിട്ടതാണ്. അവിടെയാണ് അയാൾക്ക് തീരെ സഹിക്കാൻ കഴിയാതെ പോകുന്നത്. നമസ്കാരം. ഇത് പറയുമ്പോൾ ഈ ചില വിഭാഗത്തിൽ പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെ പറ്റി പറയുന്നൊന്നും പറയരുത്. ചിലർക്ക് സ്ത്രീകളെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അവരുടെ കടമ അത് മാത്രമാണ്. അവരെ പെറ്റ് വളർത്തി പിള്ളേരെ സൃഷ്ടിച്ച് പ്രസവിച്ച് വളർത്തുക എന്നുള്ളത് പുരുഷന്മാർക്ക് അതിന്റെ സുഖം പകരുക എന്ന് മാത്രമേ അവർക്ക് അതിന് ചുമതലയുള്ളൂ. അവരെ അതിന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത്. ഇവരോടൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കിരണേ. അവരുടെ തലയിൽ അവരൊക്കെ പണ്ഡിതന്മാരാണ്. സ്വയം പട്ടം ധരിച്ച് നടന്നാൽ പോരാ. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ കാണിക്കുന്നത് എന്താണ്? ഒരൊറ്റ പേരെടുത്തൊരു നേതാവിനെ പറയാമോ? ഈ ആൾക്കാരുടെ സംഘടനയിലൊക്കെ ഒരു സ്ത്രീയുടെ പേര്. സ്ത്രീ ഇല്ലെങ്കിൽ ഇവരെ ഉണ്ടാകുമോ? ഈ സമൂഹം ഉണ്ടാകുമോ? അത് ചിന്തിക്കുന്നുണ്ടായി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ് പള്ളൂരുത്തിയിൽ നിന്ന്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ അപമാനിച്ച് അവരൊരു യാത്ര പോയതിന് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആളുകളാണ് അവരെ അപമാനിച്ച് അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തി നിർത്തുന്നത്? ഇപ്പൊ ഒറ്റവാക്കി പറയാനാണെങ്കിലേ, വിവരമില്ലാത്ത ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് എനിക്ക് കാണാൻ പറ്റുള്ളൂ അദ്ദേഹത്തെ കാണുമ്പോൾ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറയാം. അതേ, ഒരു പണ്ഡിതന് പറയാൻ പറ്റിയ വാക്കല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബാക്കിലോട്ടുള്ള കാഴ്ചപ്പാട് എടുത്താൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മളത് കണ്ടുപഠിക്കണം. ഇവരെല്ലാവരും ഈ സ്ത്രീകളെ ഇത്ര ഇത് പറയുന്നുണ്ടെങ്കിലും സ്ത്രീകളെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആൾക്കാർ വേറെ ഇല്ല. എത്ര മതപണ്ഡിതന്മാരുടെ പേരിൽ എല്ലാം ഉണ്ട്. ആൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ഇതെല്ലാം ഇതിലേക്ക് ഇയാൾ എവിടെയായിരുന്നു? ഇയാള് പ്രായമായ ആളുകൾക്ക് എവിടെ പോകാൻ പറ്റാത്ത ഇവിടെ ജനിച്ചു വളർന്ന ഒരാൾക്ക് എവിടെയെങ്കിലും യാത്രാ സൗകര്യം എവിടെയാണ് മുടക്കിയിട്ടുള്ളത്? ഇത്തരം ദൂരദോഷികളൊക്കെ ഇവിടെ നാട്ടിൽ ഇപ്പോഴും ഒട്ടൊന്നും ആലോചിക്കുമ്പോൾ നാണംകിടിയൻ ഇതിനെയൊക്കെ ഞാൻ പറഞ്ഞു നാട്ടിൽ വെച്ചേക്കരുത്. ഇത്തരം വൃത്തികെട്ടങ്ങളാ. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് നമ്മുടെ യൂട്യൂബിൽ വന്ന ചില കമൻറ്റുകൾ കൂടിയുണ്ട്. നിയാസ് സുധീർ പറയുന്നു, മണാലിയിൽ പോകാൻ ആ ഉമ്മ തലയ്ക്ക് കെട്ടിയ ഉസ്താദിനോട് പൈസ ചോദിച്ച പോലെയാണ് ഉസ്താദിൻ്റെ ചൊറിച്ചിൽ എന്ന് പറയുന്നു. അവരവരുടെ മക്കളാണ് അവരെ കൊണ്ടുപോയത്. അവരെവിടെയെങ്കിലും പോയി നന്നായി ജീവിച്ചോട്ടെ എന്ന് പറയുന്നു അജിത് നായർ. നൌഷാദ് പുന്നത്തല പറയുന്നു, ഇസ്ലാമിക നിയമങ്ങൾ പറയാൻ ഇന്ത്യയിൽ നിയമമില്ലേ? ഇത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം. ഇബ്രാഹിം സക്കാഫി ആ സ്ത്രീയുടെ പേരോ ഒന്നും പറഞ്ഞില്ല. അവരെ പേരൊക്കെ വലിച്ചിട്ട് ചർച്ചയാക്കി വിവാദമാക്കിയത് ചാനലുകാരാണെന്ന് പറയുന്നു. നൌഷാദ് ശ്രീ പുന്നത്തല ഇങ്ങനെ വല്ലാതെ അങ്ങ് ന്യായീകരിക്കാതെ സക്കാഫി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ആരെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരൊന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങൾ. ഒരു സ്ത്രീ അങ്ങനെ പോയെങ്കിൽ അങ്ങനെ പോകുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇങ്ങനെ മതപണ്ഡിതനാണ് എന്നൊക്കെ അവകാശപ്പെടുന്നെങ്കിൽ അവർക്കുള്ളത്. ഈ നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ നാട് കാണാനും അവർക്ക് പുതിയ ലോകമൊക്കെ കാണാനും അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരിങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോൾ അവരെയൊക്കെ ഇങ്ങനെ വല്ലാതെ ന്യായീകരിക്കാൻ ശ്രീ നൌഷാദ് നിൽക്കരുത്. അത് ശരിയല്ല. പുതിയ കാലത്തിലൊന്നും ചോദിച്ചല്ലോ, 2-3 നൂറ്റാണ്ട് മുമ്പൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാമായിരുന്നു. അവർക്ക് ആരെയും എന്തും പറയാം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില കമൻറ്റുകൾ കൂടി കിടക്കുന്നു. എന്തായാലും നമുക്ക് ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ
ഇദ്ദേഹത്തിൻ്റെ പുഴക്കാട്ടിരിയുടെ പ്രസ്താവനയെ കാണുന്നത്? ശ്രീ രാജൻ പറയാം. പറ്റുമെന്നുള്ളതാണ്. കാരണം ദുബായിലെ ഷേഖിന്റെ മോള് പിന്നെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടാ നടക്കുന്നത്, ഈ ബൂർക്ക ഇടുന്നില്ല. പിന്നെ തലാക്ക് പുള്ളിക്കാരത്തിയാ ചൊല്ലിയത്. അങ്ങനെ കല്യാണം ഒഴിഞ്ഞു നടക്കും. ആ സഖാബി ഒന്ന് പറഞ്ഞ അവിടെ വിടണം. പിന്നെ രണ്ടാമത്തെ കാര്യം, മമ്മൂട്ടിയുടെ ഭാര്യ ഈ ബൂർക്ക ഇല്ലാതാ നടക്കുന്നത്. അതൊന്ന് സഖാബിയോട് പറയണം. പിന്നെ എനിക്ക് ഈ സാനിയ മിർസ ആ അരിപ്പാവാട ഇട്ട് ഇങ്ങനെ കളിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ല, വലിയ പ്രയാസം. ആ ബൂർക്ക താങ്കളുടെ അഭിപ്രായം അങ്ങനെ? ശ്രീ ഫിറോസ് ആണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഫിറോസ്, താങ്കൾ എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിന്റെ പുഴക്കാട്ടിരിയുടെ അഭിപ്രായത്തെ കാണുന്നത്? ശ്രീ ഫിറോസ്, താങ്കൾ പറയാൻ പാടില്ല. അന്നേരം 25 വർഷം വീട്ടിൽ നിന്ന ഒരു സ്ത്രീ, ഉമ്മ വാപ്പൊക്കെ മരിച്ചിട്ട് ഹസ്ബൻഡൊക്കെ മരിച്ചിട്ട് ആ മക്കള് പൈസ കൊടുത്ത് പറഞ്ഞാച്ചാണ്. അത് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? ഈ സക്കാഫന്മാരൊക്കെ ഇങ്ങനെ പറയാതെ എന്താപ്പാ അവസ്ഥ? വളരെ മോശമായ വാക്കല്ലേ? അതെ, അത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ശ്രീമതി രമ്യയാണ് കൊച്ചിയിൽ നിന്നും. ശ്രീമതി രമ്യ, താങ്കൾക്ക് പറയാം. ഹലോ സാർ, എനിക്ക് കുറച്ചു പേരോട് മാത്രമല്ല, എനിക്ക് ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള സകല സമൂഹത്തോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്നത്തെ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, ഇത് ആ ഒരു സ്ത്രീയുടെ മാത്രം ഒരു വിഷയമല്ല ഇത്. കാരണം ഈ ലോകത്തെ നമ്മുടെ സമൂഹം എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെ ആ വീക്ഷണം മാറ്റിയെടുക്കണം. കാരണം പണ്ട് കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ ഒരു സമൂഹം മൊത്തമായിട്ടുണ്ടാവും. ആ സമൂഹത്തിന് പിന്തുണയ്ക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അനീതിയിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളാണ്. കാരണം ഒരു സ്ത്രീനെ മാത്രം ഇപ്പൊ ഒറ്റപ്പെടുത്തി നിർത്തുന്നു. അതുപോലെ തന്നെ തെറ്റ് ചെയ്ത് ഒരുപാട് പേര് പിന്നിലുണ്ട്. അവരെ ഒന്നും ആരും പുറത്തു കൊണ്ടുവരുന്നില്ല. അതൊന്നും ആരും കാണുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സമൂഹത്തെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുക. അതായത് ഹിംസ കൊണ്ട് സമൂഹത്തിനെ ഭയപ്പെടുത്തി നിർത്തുക. ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ സപ്പോർട്ടൊന്നുമല്ല, കൂടുതലും സഹകരിക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ മീഡിയയാണ്. മീഡിയയുടെ ഒരു ദൃഷ്ടി മാറണം, അവരുടെ വീക്ഷണം മാറണം. കാരണം ഏതെങ്കിലും ഒരു വിഷയം കണ്ടാൽ അതിന്റെ പിന്നാലെ മാത്രം പോയി അതിനെ മാത്രം വലുതാക്കി കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഇപ്പം രീതി, അത് മാറണം. കാരണം ഏതെങ്കിലും ഒരു എടുത്ത് നമ്മൾ അനീതി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാനും അതിന് തുല്യമായി നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത്, അത് നമ്മുടെ നീതി വ്യവസ്ഥയിലാണെങ്കിലും സമൂഹത്തിന്റെ ഇടയിലാണെങ്കിലും റിലീജിയസ് ആണെങ്കിൽ പോലും അതെല്ലാം നമ്മൾ സപ്പോർട്ട്. ഈ മീഡിയക്ക് ഒരുപാട് പങ്കുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം വിഷയം വന്നപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി ഇതിനു വേണ്ടി ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചതും. അത് ഒരു വലിയ വിഷയമായിട്ടല്ല, ഇത് ഇത്തരം ഒരാൾക്ക് നേരെ ഉണ്ടാകുന്ന വിഷയം ഒരാൾക്ക് നേരെ മാത്രമല്ല സമൂഹത്തിന് നേരെ തിരിച്ചു പിടിക്കേണ്ടതാണ് എന്നതുകൊണ്ടാണ് ഞങ്ങളത് ചർച്ചയ്ക്ക് വെക്കാൻ തയ്യാറായത്. ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെയാണ് ശ്രീമതി രമ്യ ചെയ്തത്. കാസർഗോഡ് നിന്ന് ശ്രീ സന്തോഷ് ഉണ്ട്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. ശ്രീ സന്തോഷ് പറയാം. സന്തോഷിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പറയാനുള്ളത്? നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് ഈ വിഷയം ഇട്ട് ഫിറോസ് കുറച്ചു മുമ്പ് വിളിച്ച ചെറുപ്പക്കാരൻ അതുപോലെ ആയിട്ടുള്ള ചെറുപ്പം ചിന്തിക്കണം. എത്ര ന്യായമായിട്ടാണ് വർത്തമാനം പറഞ്ഞത്. ഏത് ജാതിയോ എന്ത് മതമായിക്കോട്ടെ, ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയുണ്ട്. അത് മാറ്റം തന്നെ വേണം. കാരണം നമ്മൾ ഇവരെ കുറച്ച് ആൾക്കാർ ഈ പച്ചക്കറി വണ്ടീന്റെ അടിയിൽ കഞ്ചാവ് വളർത്തുന്ന ഒരു മതകർത്തുണ്ട്. അത് മാറ്റം തന്നെ വേണം. പച്ചക്കറി വണ്ടീന്റെ അടിയിൽ കഞ്ചാവ് വളർത്തുക. കാണുമ്പോൾ പച്ചക്കറി അടിയിൽ കഞ്ചാവ്, ബത്തൊക്കെ പോലെ പച്ച മേലെ കാണുമ്പോൾ മുറുക്കുമ്പോൾ ചുവപ്പ്. അത് മാറ്റിയേ പറ്റൂ. മുസ്ലിങ്ങളെ നമ്മുടെ സഹോദരന്മാരാണ്. പക്ഷേ ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരായിട്ട് ആ ഫിറോസ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കും. വളരെ നന്ദി കിരൺ ബാബു. ശരി, ഓക്കെ. എന്തായാലും ശ്രീ വിക്രമനാണ് മണിമലയിൽ നിന്നും. ശ്രീ വിക്രമൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വിക്രമനല്ല, കൃഷ്ണൻകുട്ടിയാണ്. ക്ഷമിക്കണം, ശ്രീ കൃഷ്ണൻകുട്ടി പറഞ്ഞോളൂ. നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഇതിൽ ഒതുക്കി കാണാൻ പാടില്ല. ഇത് സ്ത്രീകളെ സംബന്ധിച്ച് അവരെല്ലാ മതങ്ങളിലും ഇതുപോലുള്ള വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മതമെന്ന് മാത്രമില്ല, എല്ലാ മതങ്ങൾക്കും ആ പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ പർട്ടിക്കുലർ വിഷയം പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണ് അയാൾ പറഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സ്ത്രീജനങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നതാണ് ഒരു വിഷയം.
സ്ത്രീകളൊക്കെ മിണ്ടാതിരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ സ്ത്രീകൾ പുള്ളിയെ എയറിൽ നിർത്തിയിരിക്കുകയാണ്. എയറിലാണെന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊന്നും പോരാ, ഇത്രയൊന്നും പോരാ, പ്രതിഷേധം ഇങ്ങനെ പോരാ, ഇത് കൂടുതലായിട്ട് വേണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് നമുക്കറിയാമല്ലോ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് സതി എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നിർത്തിയതാണ്. ഒരുപാട് അനാചാരങ്ങൾ നിർത്തിയാണ് നമ്മൾ. അതൊക്കെ നിർത്തിയല്ലേ നമ്മൾ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും അക്കാലത്ത് ജീവിക്കുന്ന ചില ആളുകളൊക്കെ എല്ലാ മതത്തിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല മതത്തിലെയും പല ആളുകളൊക്കെ എല്ലാ മതത്തിലും ഉണ്ട്. ശരി, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റ് യൂട്യൂബിലെ ഒരു കമന്റ് കൂടി നോക്കേണ്ടതുണ്ട്. സ്റ്റീഫൻ റൊണാൾഡ് പറയുന്നു, മനുഷ്യൻ സ്വയം സന്തോഷിക്കാൻ തുടങ്ങിയാൽ ദൈവം അപ്രത്യക്ഷമാവും. അപ്പോൾ പേടിപ്പിച്ചിരുത്തേണ്ടത് മതപണ്ഡിതന്മാരുടെ ആവശ്യമാണ് എന്ന് പറയുന്നു. അർജുൻ ജയചന്ദ്രൻ ചോദിക്കുന്നു, പോലീസ് നിയമ നടപടി എടുക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. സക്കീർ ഹുസൈൻ ചോദിക്കുന്നു, ഉസ്താദ് പറഞ്ഞത് ദീനാണ്, മുസ്ലിങ്ങളോടാണ്, വിശ്വാസികളോടാണ്. ഇങ്ങനത്തെ ഉസ്താദ് ഇല്ലെങ്കിൽ എല്ലാവരും MDM ലഹരിയൊക്കെ കൂടുന്നത് അതുകൊണ്ടാണ്. എന്തായാലും സക്കീർ, ഇവിടെ ലഹരി കൂടുന്നതൊന്നും ഇത്തരം ആളുകളില്ലാത്തതുകൊണ്ടല്ല. ഇത്തരം ആളുകൾ ഉണ്ടാക്കുന്ന അത്ര അപകടം ഈ ലഹരിയോളം തന്നെ വലുതാണ് എന്നതുകൂടി താങ്കൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. അങ്ങനെ ആരോടായാലും, വിശ്വാസികളോടായാലും ആരോടായാലും പറയുന്നത് കാലത്തിനൊത്ത കാര്യങ്ങൾ വേണം പറയാൻ, അല്ലാതെ കാലത്തെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളല്ല ഏത് മതത്തിൽ നിന്നും ഏത് വിശ്വാസികളോടും ആരോടും പറയേണ്ടത്. അത് വീട്ടിലായാൽ പോലും, അത് ഒരു മതത്തിൻ്റെ ആളുകളോടൊന്നും മാത്രമല്ല, സ്വന്തം വീട്ടിൽ പോലും അത് പറയുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയണം. നൗഷാദ് പുന്നത്തല പിന്നെയും എഴുതിയിരിക്കുന്നു, സ്ത്രീകൾ യാത്ര ചെയ്തിരുന്നോ പുറത്തു പോയിരുന്നോ ഇബ്രാഹിം സക്കാഫി പറഞ്ഞോ, ഞാൻ കേട്ടില്ല. ശ്രീ നൗഷാദ്, താങ്കൾ ഒന്നുകൂടി അത് വിശദമായി തന്നെ കേൾക്കൂ. ഞങ്ങളുടെ അടുത്ത വാർത്തയിലും അത് കേൾപ്പിക്കുന്നുണ്ട് കൃത്യമായും. അതിനകത്ത് വളരെ കൃത്യമാണ്, ആ പോയ സ്ത്രീയെ പരിഹസിക്കുക, ആഭാസം നിറഞ്ഞ ആ വർത്തമാനം എന്ന് പറഞ്ഞാൽ അത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് യോജിക്കുന്ന വർത്തമാനമല്ല ശ്രീ പുഴക്കാട്ടിരി പറഞ്ഞത്. അത് താങ്കൾക്ക് കേട്ടാൽ മനസ്സിലാവും. പ്രിയദർശൻ പി, ഇത് സക്കാഫിയെ കുറ്റം പറയാൻ പറ്റൂല എന്ന് പറയുന്നു. എന്താ, പിന്നെ ആരെ കുറ്റം പറയണമെന്ന് എനിക്കറിയില്ല. അർജുൻ ജയചന്ദ്രൻ പറയുന്നു, പോലീസ് നിങ്ങൾ നടപടിയെടുത്തു ജയിലിൽ കൊണ്ടിടുക, പിന്നെ നന്നായിക്കൊള്ളും എന്ന് അർജുൻ ജയചന്ദ്രൻ പറയുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീമതി അനഖയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി അനഖ, താങ്കൾക്ക് പറയാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു പുരുഷനാണ് ഇത് ചെയ്തതെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അയാൾ വീട്ടിൽ ഇരിക്കണമായിരുന്നെന്നോ പുറത്തു പോകുന്നല്ലോ ഇദ്ദേഹം എതിർത്ത് പറയായിരുന്നു. അപ്പൊ ആ സ്ത്രീ പുറത്തു പോയതിൽ ഇത്രയും ബുദ്ധിമുട്ട് കാണുമ്പം അത് അവരുടെ ഓൾറെഡി അവരുടെ മൈൻഡിലുള്ള ഒരു സാധനമൊക്കെ തന്നെയാണ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് വെളിയിടുന്നത്. ഇപ്പൊ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഇപ്പൊ മാരീഡ് ആയിക്കോട്ടെ, നമുക്ക് ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുത്തിയിരുന്നെന്നും 4 ചുവരോട് നോക്കി കരഞ്ഞാലും അതോ അദ്ദേഹം വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പം ചിലപ്പോ ഇങ്ങനെ പുറത്തു പോകുമ്പം അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും. അപ്പം അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളോ വിഷമോ ഒന്നും മാറാൻ പോകുന്നില്ല. ചിലപ്പോ ആ ഒരു മൊമെന്റിലായിരിക്കും അവര് സന്തോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചെറിയ ചെറിയ നിമിഷങ്ങളാണല്ലോ വലിയ സന്തോഷങ്ങളൊക്കെ വരുന്നത്. അത്ര നിമിഷങ്ങളുടെ സന്തോഷത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. അതെ, നമ്മളിപ്പോ എനിക്ക് 25 വയസ്സുണ്ട്. ഈ 25 വയസ്സിൽ നടന്ന എല്ലാ കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമുക്ക് സന്തോഷം തരുന്ന കുറെ കാര്യം എപ്പോഴും നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ആ ഒരു മൊമെന്റിൽ നമ്മൾ ജീവിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ കാണും. അപ്പം അങ്ങനെ പോയെന്ന് വെച്ചാൽ അവർക്കുണ്ടായ നഷ്ടം നികത്താനോ അല്ലെങ്കിൽ അവരത് മറക്കാനോ ഒന്നും പോകുന്നില്ല. ഒരു വൈൽ അവർക്ക് ഒന്ന് സന്തോഷിക്കാം, ഒന്ന് റിലാക്സ് ആക്കാം, അത്രേ ഉള്ളൂ. അപ്പം ഏറ്റവും പ്രധാനമല്ലേ, യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാവേണ്ടതാണ് അവരുടെ. അതെ, ഇങ്ങനെയുള്ള അങ്ങനെ പോകുന്നവരെ, അല്ലെങ്കിൽ ഇതേപോലെ എന്റെ ഹസ്ബൻഡ് മരിച്ചു അല്ലെങ്കിൽ എന്റെ വൈഫ് മരിച്ചു എനിക്കിനി ജീവിതം ഇല്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ അവരെ നോക്കൂ. അവരുടെ ജീവിതത്തെ മറ്റൊരു വ്യൂ പോയിന്റ് കാണുന്നു എന്ന് പറയുന്നതിന് പകരം പോയ ആൾക്കാരെ ഫുള്ള് തെറിയും വിളിച്ച് അവരെ വീട്ടിൽ കുത്തിയിരുത്തി അവരുടെ ഓൾറെഡി അവരുടെ ജീവിതം 25 കൊല്ലം ആ അമ്മ എങ്ങനെ മുന്നോട്ട് പോയി നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ എത്രയോ സക്കാഫിമാരുടെ ഇടയിലൂടെ ആയിരിക്കും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ശ്രീമതി റഹിയാനത്ത് കൂടി ചേരുന്നുണ്ട്, കായംകുളത്ത് നിന്നാണ്. ശ്രീമതി റഹിയാൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിന്റെ പുഴക്കാട്ടിരിയുടെ വർത്തമാനത്തെ കാണുന്നത്? നമുക്ക് പറയാനുള്ള വെച്ചാൽ അവര് 25 വർഷം ഇത്രയും ദ്രാഹങ്ങൾ അനുഭവിച്ച് അവര് മക്കളെ വളർത്തി വലുതാക്കി. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇപ്പൊ അവർക്ക് ആ മക്കളായിരിക്കും അവരെ യാത്ര കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം അവർക്ക് കിട്ടിയത്. അപ്പൊ അവര് പോകുന്നതിന് ഇയാൾക്കെന്താ അല്ലെങ്കിൽ വേറുള്ളവർക്ക് എന്താ? അവര് അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവിന്റെ കൂടെ പോയേനെയല്ലോ. അപ്പൊ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞപ്പോഴേ എന്നും കൊന്നും മരിച്ചു പോയെന്നും പറഞ്ഞ അങ്ങനെ ഇരിക്കാതെ മക്കളെ കൊണ്ടുപോകാനുള്ള പ്രാപ്തി ആയപ്പോ അവര് കൊണ്ടുപോയി. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർക്ക് എങ്ങനെയായാലും ആർക്കും ആരുടെ കൂടെയും പോകുന്നതിന് മറ്റാരും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാര്യമില്ല.
ഭർത്താവ് മരിച്ചു പോയി കഴിയുമ്പോൾ മറ്റൊരു പുരുഷന്റെ കൂടെ അല്ലല്ലോ പോയത്. അല്ല, ഇനി ആണെങ്കിൽ പോലും അത് ഓരോരുത്തരുടെ താല്പര്യമല്ല, അതിന് ഇവരാണ് അഭിപ്രായം പറയേണ്ടത്. അവരവരുടെ മക്കള് സന്തോഷിച്ച് അവരെ മക്കളെ എന്ത് പ്രയാസപ്പെട്ടായിരിക്കും വളർത്തിയത് തന്നെ. അവരാ വളർത്തി അവരെ ഒരു നിലയിലാക്കിയപ്പോൾ അവരുടെ ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അവരെ കൊണ്ടുപോയതാണ്. ഇപ്പൊ അവരുടെ മക്കളുടെ പണത്തിന്റെ പുറത്തല്ലേ കൊണ്ടുപോയത്. ഇപ്പൊ നാട്ടുകാർക്ക് എന്ത് മറ്റൊരാൾക്ക് ഏത് മതത്തിലായാലും ഞങ്ങള് മുസ്ലിംസ് ഇസ്ലാം നിയമപ്രകാരം പോലും യാത്ര പോകുന്നതിന് ഇത് പറഞ്ഞിട്ടില്ല. യാത്ര പോകാൻ സന്തോഷിക്കാം, എല്ലാം ചെയ്യാം. അത് ഭർത്താവ് മരിച്ചു പോയി ഭർത്താവ് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അത് ആ സന്തോഷം അവർ മക്കൾ കൊടുക്കുന്നു. ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു മതവും ഇതിനൊന്നും എതിരല്ല. പക്ഷേ ഓരോ മതത്തെയും ആളുകൾ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് പുതിയ തരം വ്യാഖ്യാനങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള. ശ്രീമതി ഉഷയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീമതി ഉഷ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്ത്രീ ജീവിതത്തോട് പടവെട്ടിയാവും അവരുടെ ഭർത്താവ് മരിച്ച് 25 വർഷം മക്കളെയൊക്കെ വളർത്തി ഒരു നിലയിലാക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സ്ത്രീയെ അവരുടെ മക്കൾ മണാലിയിൽ കൊണ്ടുപോകുന്നു. അവർ ആ സന്തോഷം പങ്കുവെക്കുന്നു. ആ പങ്കുവെച്ചപ്പോൾ ചിലർക്ക് തീരെ സഹിക്കുന്നില്ല. സർ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്ത്രീ സമൂഹം ഒന്നാകെ ഒരു ചൂട് കണ്ണുനീരിൽ ഒഴുക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. കാരണം അവരുടെ മക്കൾ 25 വർഷമായിട്ട് അവരനുഭവിച്ച ആ യാതന എന്താണെന്നുള്ളത് ഒരു അമ്മയെന്ന നിലയിൽ എനിക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷെ ഇന്ന് മക്കൾ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, മക്കളെ തിരിച്ചും കൊല്ലുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ മക്കൾ അവരോട് കാണിച്ച ഏറ്റവും വലിയ ഒരു സ്നേഹമാണ് അവരെ മണാലിയിൽ കൊണ്ടുപോയി എന്നുള്ളത്. അവരുടെ ആ സ്നേഹം, അവരുടെ ആ സന്തോഷം നമുക്കിന്ന് ടി വിയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മക്കളും ആ അമ്മമാരുമായിട്ടുള്ള ആ ഒരു സൗഹൃദം എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇദ്ദേഹമൊക്കെ പണ്ഡിതനെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇദ്ദേഹമൊക്കെ വെറും പാമരനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഒരു മതത്തെ തന്നെ നമ്മൾ അതിലൂടെ ചായ്ക്കേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളിലും പെടുന്ന പണ്ഡിതന്മാരായിട്ടുള്ളവർ ഇതിനകത്ത് ഉണ്ട്. എല്ലാ മതസ്ഥരും പണ്ഡിതന്മാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നവരാണെന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. എനിക്ക് കാണാൻ പറയുന്നത് എല്ലാ മതത്തിലുമുണ്ട് ഇത്തരം പുഴക്കാട്ടെരിമാർ. നമുക്ക് ചിലരുടെ മെസ്സേജുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ അജിത് നായർ, എന്താ മാഷെ എൻ്റെ മെസ്സേജ് മാത്രം വായിക്കാതെ പോകുന്നത്? അജിത്തിൻ്റെ നേരത്തെ മെസ്സേജ് നമ്മൾ വായിച്ചിരുന്നു മുകളിൽ. ശ്യാം റജി, മലപ്പുറം സതി ആവർത്തിക്കാൻ ഉസ്താദ് പറയാതിരുന്നത് നന്നായി എന്ന് ജയകുമാർ പറയുന്നു. വെറുതെ ചർച്ച പോലും പ്രൊഫസർ, ഇതിനെതിരെ കേസെടുക്കാൻ സർക്കാരിന് കഴിയണം എന്ന് പറയുന്നു. നന്ദകുമാർ പി ആണ് അങ്ങനെ പറയുന്നത്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ പുഴക്കാട്ടിരിയുടെ അഭിപ്രായത്തെ കാണുന്നത്? സാറേ നമസ്കാരം. സാറേ നമസ്കാരം. സാറേ, അദ്ദേഹം ആദ്യം പണ്ഡിതനാണോ എന്ന് അദ്ദേഹം ആദ്യം ഒന്ന് ആ പണ്ഡിതൻ ഗ്രൂപ്പ് ഒന്ന് ആലോചിക്കണം. അദ്ദേഹം മുസ്ലിം എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബി അവസാന നിർവാചകൻ, മുസ്ലിം മതത്തിന്റെ അവസാന നിർവാചകനാണ് മുഹമ്മദ് നബി. അദ്ദേഹം 16 വയസ്സ് പ്രായമുള്ളപ്പോൾ വിവാഹം കഴിച്ച 37 സ്ത്രീയാണ്, ഗർഭിണിയായ സ്ത്രീയെ കല്ലെറിയുന്നു. കല്ലെറിഞ്ഞപ്പോൾ അദ്ദേഹം എന്തിനെറിയെന്ന് ചോദിച്ചപ്പോൾ അത് ഗർഭിണിയാണ്, അവള് പഴകപ്പെട്ടവളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്റെ വൈഫാണ്, എന്റെ ഭാര്യയാണ്, ഞാൻ ഇക്കാൽ കഴിച്ചതാണ്. അദ്ദേഹം രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. പെണ്ണിന് വില കൊടുത്ത, സ്ത്രീക്ക് വില കൊടുത്ത ഒരു മഹാപ്രവാചകന്റെ ബൈബിൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ആ പല്ല് ഉപയോഗിക്കില്ല. അദ്ദേഹം ആരാണ് പേര് കൊടുത്തത്? അദ്ദേഹത്തിന് പറയേണ്ട ഉണ്ടാണ്. ആര് കൊടുത്തു? കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ചു, വീട് ജോലി ചെയ്ത്, പാത്രം കഴുകി, കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വിടുമ്പോൾ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ കയറിങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ എങ്ങോട്ട് പോകും, രാജ്യം എങ്ങോട്ട് പോകും? എന്താ വില? വൃത്തികൾക്ക് വില? ഇത്രയും പെട്ടെന്ന് DGPയും ആൾക്കാരും ഇദ്ദേഹത്തിന്റെ 10 മിനിറ്റ് പോലും നോക്കിയാൽ ശ്രീ കേസെടുക്കണമെന്ന് പറഞ്ഞ ഈ പിണറായി ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ഇത് ഇത്രയും ആധുനിക യുഗത്തിൽ ഈ പ്രാകൃതമായ മനസ്സും പ്രാകൃതമായ അഭിപ്രായം കൊണ്ട് നടക്കുന്ന നിരവധി മത നേതാക്കന്മാരുണ്ട്. പണ്ഡിതൻ എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ മതത്തിലും ഉണ്ട് വികൃതമായ മനസ്സുമായിട്ട് നടക്കുന്നവര്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാകൃതമായ അഭിപ്രായങ്ങൾ വരും. അത് മറ്റൊരു സത്യം എന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രവാചകനൊക്കെ വണ്ടിയിൽ നടന്നുമൊക്കെ പോയി ത്യാഗം സഹിച്ചൊക്കെ ചെയ്ത കാര്യങ്ങൾ പറയുന്നത് ഈ ബെൻസ് കാറിൽ വന്നിറങ്ങി AC റൂമിൽ ഇരുന്നുകൊണ്ടാണ് എന്നുള്ള കാര്യം മറ്റൊരു വൈരുദ്ധ്യത ആണ്. ഇതും കൂടെ അത് കൂട്ടത്തിൽ പറയേണ്ടി വരുന്നു. അപ്പോൾ എല്ലാ മതത്തിലും ഉണ്ട് ഇത്തരത്തിലുള്ള പ്രാകൃത മനസ്സിൽ വെച്ചു പുലർത്തുന്നത്. അതുപോലെ തന്നെ ചില യൂട്യൂബിലൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്, മുസ്ലിം അത് സ്വന്തം മതത്തിലുള്ള ഗൈനക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുക്കണം, അസുഖം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവരൊക്കെ ഉണ്ട്.
അവരെയൊക്കെ നമുക്കങ്ങനെ ഈ ആധുനിക യുഗത്തിൽ എങ്ങനെ പറയാൻ പറ്റുമോ, ഈ പണ്ഡിതർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും പറ്റില്ല ശ്രീ ഷാജി, അത് സായി പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാ മതത്തിലെയും വലിയ ആളുകളൊക്കെ കോവിഡ് വന്ന കാലത്ത് എല്ലാവരും ഒരു അമ്പലവും പള്ളിയും ഒന്നും ഇല്ലായിരുന്നു, അവിടെയൊക്കെ എങ്ങും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കാൻ തയ്യാറായവരാണ്. പള്ളിയായാലും അമ്പലമായാലും എല്ലാത്തിന്റെ കാര്യം പറയാം, ഒന്നിനും ഞാൻ മാറ്റി നിർത്തുന്നില്ല, എല്ലാത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പ്രാകൃതമായ ഹിന്ദുമതത്തിലും ഒക്കെ ഉണ്ട്, അതാണ്ട് എച്ചിലിനകത്ത് ഉരുളാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം. അതിനെ പിടിച്ചു മാറ്റിയപ്പോൾ അത് പിന്നെ ഒരു അനീതിയാണെന്ന് പറഞ്ഞ് ആളുകളെ പിടിച്ചു മാറ്റിയപ്പോൾ അതിനെ എതിർക്കാനായിട്ട് മറ്റൊരു സമൂഹം, വീണ്ടും ഇറങ്ങാനായിട്ട് തയ്യാറായി നിൽക്കുന്ന മറ്റൊരു സമൂഹം. അപ്പൊ അതൊക്കെ എല്ലാത്തിനകത്തും ഉണ്ട്. അപ്പോ ഇതൊക്കെ എന്ന് പറയുന്നത് അതാത് സമുദായത്തിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള പ്രാകൃത നിയമങ്ങൾക്കെതിരെ ഇന്നത്തെ സാഹചര്യത്തില് പ്രതിഷേധം ഉയർന്നു പറഞ്ഞോട്ടെ. ഞാൻ അപ്പോ ഒരു പിന്നെ ഹിന്ദു മതത്തിൽ ഒരു അനാചാരം ഉണ്ടായാൽ മുസ്ലിം മതത്തിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക്, ഇച്ചിരി അമിതമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്ക് എതിർക്കാൻ ഒരു ആവേശം കാണും. തിരിച്ച് മുസ്ലിം മതത്തിലെ ഒരു കാര്യം പറയുമ്പോൾ തിരിച്ച് എതിർക്കാൻ ഒരു ആവേശം കാണും. അങ്ങനെയല്ല വരേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. ഈ ഏത് മതത്തിലായാലും മൗലികവാദികൾക്ക് യാഥാസ്ഥികർക്ക് അത് ഹിന്ദു മൗലികവാദികൾക്ക് മുസ്ലിം മൗലികവാദികളോട് വലിയ യോജിപ്പാണ്, മുസ്ലിം മൗലികവാദികൾക്ക് ഹിന്ദു മൗലികവാദികളോട് വലിയ യോജിപ്പാണ്. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഈ യാഥാസ്ഥികരും മൗലികവാദികളും ഇവരെല്ലാവരും തമ്മിൽ വലിയ യോജിപ്പാണ്. അവരൊരിക്കലും പുരോഗമനമായ നിലപാടൊന്നും സ്വീകരിക്കില്ല. നമ്മൾ വിചാരിക്കും അവർ തമ്മിൽ എതിർപ്പാണ്, പക്ഷെ അവർ തമ്മിൽ എതിർപ്പല്ല, അവർ തമ്മിൽ വലിയ യോജിപ്പാണ്. അന്തർധാര സജീവം എന്ന് പറയുന്നത് പിന്നെ അതാത് മതത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അനീഷാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ അനീഷ്, താങ്കൾ എങ്ങനെയാണ് ഈ പുഴക്കാട്ടേരിയുടെ വർത്തമാനത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ ഇത്തരം ആളുകള് അവര് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ രീതിയിൽ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ കുറച്ചു മുമ്പാണ് സ്റ്റേജിൽ വിളിച്ച് സമ്മാനം കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ഒരു സ്ത്രീയെ അപമാനിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോ അത് സമസ്തയുടെ നേതാക്കളാണ്. അപ്പോ മതം ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ്, ഇന്ന് ഞാൻ വിശ്വാസിയല്ല. അപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താ വെച്ചാല് ഈ മാർപ്പാപ്പ ഉള്ളത് പോലെ തന്നെ ഒരു മാർമാമല്ല. അതുപോലെ 1,00,000 സംതിങ് പ്രവാചകന്മാർ വന്നു എന്ന് പറയപ്പെടുന്നതിൽ ഒരാൾ പോലും സ്ത്രീകളില്ല. അതുകൊണ്ട് തന്നെ ഈ മതത്തില് എല്ലാം സ്ത്രീ വിരുദ്ധമാണ് പറയുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോ ലീഗില് എത്ര ആളുകൾ MLA അല്ലെങ്കിൽ മന്ത്രിമാരായിട്ട് വരുന്നുണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അവരെ സ്റ്റേജിൽ പോലും അവരെ കയറി ഇരിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതില് സമസ്ത എല്ലാം കൂടി കൂടിച്ചേർന്നാണ്. അപ്പോ ഈ ഒരു സാധനം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബിലെ ചില അഭിപ്രായങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ശ്രീ 3 പേരെ ഇന്ന് NIA പൊക്കിയിട്ടുണ്ട്, ഇതുകൂടി ചർച്ച ചെയ്യുമെന്ന് പറയുന്നത്. ഞങ്ങളുടെ മതത്തിലെ പെണ്ണുങ്ങളെ മറ്റാരും നോക്കാതിരിക്കാൻ പ്രമുഖ മതം പെണ്ണുങ്ങൾക്ക് നൽകുന്ന ശ്രദ്ധ അവരുടെ ആണുങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഗുണ്ടകളും കഞ്ചാവ് എടുത്തത്. ഇതൊക്കെ എന്തിനാണ്? 6-ാം നൂറ്റാണ്ടിൽ ഹേമ കമ്മിറ്റി അത് ചില ഇതൊക്കെ വായിക്കാതിരി വിട്ടുപോകുന്നത് അത് മോശപ്പെട്ട രീതിയിലൊക്കെയുള്ള വായിക്കേണ്ടതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോന്നും വായിച്ചരിച്ച് പെറുക്കിയിട്ടല്ല നമ്മൾ ലൈവായി വായിക്കുന്നത് കൊണ്ടുള്ള വിഷയങ്ങൾ കൂടിയാണ്. ബോബി ചെമ്മണ്ണൂരില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇയാൾക്കുള്ളത്? ഇയാൾക്കെതിരെയും കേസ് എടുക്കണം, ഇത് ധാർഷ്ട്യമാണ് എന്ന് പറയുന്നു. ഇവിടെ മതമല്ല വിഷയം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണെന്ന് കലേഷ് CN പറയുന്നു. നൗഷാദ് പിന്നെയും പറയുന്നു, സ്ത്രീപീഡന സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതാണല്ലോ ലോകത്ത് കാണുന്നതെന്ന് ശ്രീ നൗഷാദ് പറയുന്നു. ശ്രീ നൗഷാദ്, താങ്കൾ കണ്ണു തുറന്നു ലോകത്തെ കാണൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണ്ണടച്ചിരുന്നുകൊണ്ട് താങ്കൾക്ക് ലോകത്തെ കാണാൻ കഴിയില്ല. ജാതിമത ഭേദമന്യേ എല്ലാ ഉന്നത സ്ഥാനങ്ങളിലും വനിതകൾ വരണമെന്ന് അജിത് നായർ പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശ്രീ അനീഷാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അനീഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ക്ഷമിക്കണം, ശ്രീ സയ്യിദാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ സയ്യിദ്, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. സാറിന് ഒരു നന്ദി പറയാനും കൂടാണ് ഇപ്പം വിളിച്ചത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ, ഒരു വിഷയം സാറ് എടുത്ത് അവതരണത്തിന് നിന്ന് കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഊന്നി നിഷ്പക്ഷമായിട്ടുള്ള ഒരു അവതരണ ശൈലിയാണ് സാറിൻ്റെത്. കണ്ടിടത്തോളം ഇതേവരെയുള്ള അനുഭവത്തിൽ ഞാൻ വിളിക്കാൻ കാരണം സാറിനെ ഒന്ന് വിളിച്ച് ഒന്ന് ഒരു നന്ദി പറയാ. പിന്നെ ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഉസ്താദന്മാരെ സത്യത്തില് സമുദായ അംഗങ്ങള് തിരസ്കരിക്കണം. കാരണം ഇവര് സമുദായത്തിന് മാത്രമല്ല ആ സമുദായത്തിലുള്ള നാമധാരികളെ പോലും നാണക്കെടുത്തുന്ന വ്യക്തികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള പുരോഹിതന്മാര്. കാര്യം നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന
മതേതരവാദികളുള്ള നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് സ്ത്രീവിരുദ്ധത പരസ്യമായിട്ട് വിളമ്പുന്ന ഇവരെ പോലുള്ളവര് സത്യത്തില് സമുദായ അംഗങ്ങൾ തന്നെ തള്ളിപ്പറയണം, പുകഴ്ത്തരുത്. ഇവരെ പൊതുസമൂഹത്തിൽ തള്ളിപ്പറയാൻ ആർജവം കാണിക്കണം. അത് എല്ലാ മതസ്ഥരെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന പല മതത്തിലായിരിക്കാം. അത് നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ പല മതസ്ഥരായിട്ട് നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും, പേരുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം. പക്ഷെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ സ്ത്രീകളെ അവമാനിക്കുകയും, അത് ഏത് മതമായാലും, മുസ്ലിം മതമായാലും ഉസ്താദായാലും സ്വാമിയായാലും പിതാക്കന്മാരായാലും, ഇവരെല്ലാം നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ആരായാലും ഇത്തരം കാലത്തിന് യോജിക്കാത്ത അഭിപ്രായങ്ങൾ പറയുന്ന, കാലത്തെ പിന്നോട്ട് തള്ളിവിടുന്ന ആളുകൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ ഉയരണം. ഇവരെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സമൂഹം തന്നെ മാറി വരണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിലെ ചർച്ച തുടരാം. നമ്മുടെ ചർച്ച തുടരുകയാണ്. ഒരു സ്ത്രീ 55-ാം വയസ്സിൽ അവരുടെ 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ മക്കൾ മണാലിയിൽ കൊണ്ടുപോകുന്നവർ മഞ്ഞിൽ കളിക്കുകയും സ്വാഭാവികമായി മഞ്ഞ് കാണുമ്പോൾ ആ സന്തോഷത്തിൽ അവരുടെ കൂട്ടുകാരികളോടൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ കാണാൻ പറയുന്നു. ഇതിനെതിരെയാണ് മത പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്രാഹിം പൂക്കോട്ടേരി അഭിപ്രായം പറയുന്നത്. അവരുടെക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇതേ തുടർന്ന് അവർക്കിപ്പോൾ വീട്ടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ കാണുന്നത്? ഇദ്ദേഹത്തെ 1-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട മനുഷ്യന്മാരാണ്. ഇയാൾ ഇൻസ്റ്റാഗ്രാം വഴിയല്ല ഇത് കാണുന്നത്. ഇയാൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ട് അങ്ങനെയാണെങ്കിൽ? ഞാൻ ചോദിക്കട്ടെ, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇൻസ്റ്റാഗ്രാം വഴി തന്നെ ആയിരിക്കുമല്ലോ പുള്ളി ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കാം, മറ്റുള്ളവർ നോക്കരുത്. പുള്ളിക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ഇവരെ മുസ്ലിംസിന്റെ രാഷ്ട്രമാണല്ലോ ഇറാൻ. ഇറാനിലെ ഒരു നടിയുണ്ടല്ലോ പ്രശസ്ത, അവരെയൊക്കെ ഇത് ഒന്ന് കണ്ടു നോക്ക്. പിന്നെ മൊറോക്കോയിലെ രാജകുമാരി, ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതാണ്. അവരെ മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അങ്ങനെ ഒരുപാട് പഴയ കാലത്ത് നിന്നൊക്കെ ഒരുപാട് ലോകം മാറി. അതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട്. പഴയ കാലത്തല്ല, ഇപ്പം തന്നെയാണല്ലോ ഇൻസ്റ്റാഗ്രാം. അതാ പറഞ്ഞ അതൊന്നും ഒരുപാട് മാറി. അവരൊക്കെ കാണുന്നില്ലേ, അവരൊക്കെ ഈ മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവിടെ ഇല്ലാത്തതാണ് ഈ കേരളത്തിലേക്ക് വരുമ്പോൾ വരുന്നത്. ഇവരൊക്കെ ഇത് സ്ത്രീകളെ അടിച്ചമർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവരെ വീട്ടിൽ ആരും പുറത്തു പോകില്ലേ? പുറത്തു പോകുമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ വരുന്നില്ലാന്ന് ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ പേടിച്ച് സോഷ്യൽ മീഡിയയിൽ പോലും കയറാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. ശ്രീ ചന്ദ്രനാണ് കാസർഗോഡ് നിന്ന്. എന്തായാലും ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഇത് ഈ ന്യൂസ് 18 ഇതുപോലുള്ള ഒരു വിഷയം എടുത്തിട്ട് തന്നെ സാറിനെ ആദ്യം അഭിനന്ദിക്കാണ്. കാരണം മറ്റു മാധ്യമങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളിൽ അതിന് എത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു വിഷയം കൂടിയാണ്, ഭയമാണ്. അപ്പോ ഇതൊരു മതത്തിൽ മാത്രമല്ല, ഇസ്ലാം മതത്തിൽ മാത്രമല്ല, ഹിന്ദു മതത്തിലും മറ്റ് എല്ലാ മതങ്ങളിലും സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരുപാട് പ്രവണതകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയം പോലെ ആണെങ്കിലും മറ്റ് ഒരുപാട് വിഷയങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന രീതിയിലേക്ക് ഇവരുടെ തലച്ചോറ് ചെറുപ്പത്തിലെ മതത്തിന് വേണ്ടി പണയം വെച്ചിരിക്കുകയാണ് സാറേ. അതാണ് ഇതിനൊക്കെ കാരണം. ശരി, ശ്രീ ചന്ദ്രനാണ് പറഞ്ഞത്. ശ്രീമതി സത്യഭാമയാണ് പാലക്കാട് നിന്ന്. ശ്രീമതി സത്യഭാമ, താങ്കൾ എങ്ങനെയാണ്, ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിനോട് പടവെട്ടിയായിരിക്കും 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു പോകുന്നൊരു സ്ത്രീക്ക് കുട്ടികളെ വളർത്തേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ? അതെ സാറേ, 25 വർഷമായിട്ട് ഞാനും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. 4 മക്കളാണ്, 3 പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടിയുണ്ട്. അവരിന്റെ സഹായത്തിലാണ് ഞാനും ജീവിക്കുന്നത്. ഇപ്പൊ നാളെ ഒരു സുപ്രഭാതത്തിൽ എന്റെ മക്കൾ എവിടെയെങ്കിലും ഒന്ന് പൊക്കോളൂ, അമ്മയ്ക്ക് ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് അങ്ങനെ പോകുമ്പോൾ ഒരു സംഘത്തിന്റെ കൂടെ വിട്ടാക്കിയ ഇതുപോലത്തെ തന്നെയല്ലേ എല്ലാ പറയുന്നത് അല്ലേ? അപ്പൊ ഈ പറയുന്ന പണ്ഡിതന്മാരെ ആദ്യം പഠിപ്പിക്കാൻ ഒരാളെയാണ് നമ്മൾ കണ്ടുവെക്കേണ്ടത്. ഇങ്ങനെ വിട്ടാൽ എവിടേക്കാ പോകണമെന്ന് തന്നെ നമുക്കറിയില്ല സാർ. മനസ്സിലായില്ല? ഒരു വിധവയ്ക്ക് എവിടെയും പോവാൻ പാടില്ല എന്ന് പറയുന്ന നിയമം എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഏതെങ്കിലും ഖുറാനിലോ അല്ലെങ്കിൽ ഗീതയിലോ അല്ലെങ്കിൽ ബൈബിളിലോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെയും എഴുതി വെച്ചിട്ടില്ല. അവരെ നിയന്ത്രിക്കാൻ കുറെ ആളുകളൊക്കെ വരും. പക്ഷേ ആ കുടുംബത്തിന് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റു സഹായങ്ങൾ ചെയ്യാനോ ആരും കാണില്ല. സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഈ പണ്ഡിതൻ പോയി സഹായിച്ചിട്ടുണ്ടോ? ഈ മക്കളെ വലുതാക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുമ്പോഴോ അവർക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിലോ ഒക്കെ നിൽക്കുമ്പോ
ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഈ പണ്ഡിതന്റെ ആൾക്കാർ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഏത് ജാതിയായാലും, ജാതി മതമല്ലല്ലോ ഇവിടെ. എല്ലായിടത്തും കണക്കാണ് ശ്രീമതി സത്യഭാമ. എല്ലായിടത്തും വിധവയായി പോയെങ്കിൽ പിന്നെ അവർ അങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, അവർ ഡാൻസ് കളിക്കരുത്, ഒരുങ്ങി പോകരുതൊക്കെ ഉള്ള മനോഭാവം ഇപ്പോഴും അതൊന്നും പൂർണ്ണമായും മാറിയിട്ടില്ല. മാറ്റണം സാറേ, അതാണ് ഞാൻ അതെ അതെ, പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മാറ്റത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ചവിട്ടി പുറത്താക്കി വേണം ലോകം മുന്നോട്ട് പോകാൻ. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് പറയാം. ഒരുപാട് സ്ത്രീകളൊന്നും വിളിച്ചിട്ടുണ്ട്. അതെനിക്ക് ഞാൻ ആകെ ഒരു സ്ത്രീ മാത്രമേ സ്ഥിരം വിളിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒരുപാട് ഒരു 4-5 സ്ത്രീകൾ സ്ഥിരമായി വിളിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം വേണ്ട. അവർക്ക് കൂടുതൽ സ്വാഭാവികമായും പുരുഷനേക്കാൾ കൂടുതൽ ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ കുറിച്ചുമൊക്കെ നമ്മുടെ സമൂഹം ഇപ്പോഴും എത്ര മാറിയെന്ന് പറയുമ്പോൾ ഇപ്പോഴും അത്തരം പ്രയാസങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഒരു തെളിവാണല്ലോ ഈ ഇദ്ദേഹത്തിന്റെ വർത്തമാനമൊക്കെ. അതെ, അതുകൊണ്ട് അവർ കൂടുതൽ വിളിക്കും സ്വാഭാവികമായിട്ടും. സ്വാഗതം ചെയ്തിട്ട് ഞാൻ സന്തോഷം, എനിക്ക് സന്തോഷമുണ്ട്. അതാണ് സന്തോഷം അറിയിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് സതി നിർത്തലാക്കി എന്ന് പറയുന്നത് സതിയുടെ ഒരു പ്രാകൃത രൂപമാണ് ഇപ്പൊ ഈ സാധനം. അതുപോലെ തന്നെ ഇതൊരു തികച്ചും മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. അത് ക്രിമിനൽ കേസ് എടുക്കണം. അത് സർക്കാരിനല്ല ഞാൻ പറയുന്നത്, ഇത് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പ് ഇതിൽ തന്നെയുണ്ട്. എന്തായാലും ഇത്തരം ഒരു വിഷയം പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 അഭിനന്ദനങ്ങൾ. ശരി, എന്തായാലും താങ്കളുടെ പ്രത്യേക നല്ല വാക്കുകൾക്ക് നന്ദി. ശ്രീ മധു ആണ് പാലക്കാട് നിന്ന്. ശ്രീ മധു, താങ്കൾ എങ്ങനെയാണ് ഈ പുഴക്കാട്ടേരിയുടെ വർത്തമാനത്തെ കാണുന്നത്? സാറേ, ഞാൻ ഈ പുഴക്കാട്ടിരി എന്ന് പറഞ്ഞ സാറെന്താ പറഞ്ഞ മതപണ്ഡിതനാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനകത്തൊക്കെ കിടക്കുന്നത്, മതപണ്ഡിതനാണ്. അയാൾ പണ്ഡിതനും കുണ്ഡിതനും ഒന്നുമല്ല, അയാൾ മതഭ്രാന്തനാണ് സാറേ. അയാൾ ഈ താലിബാനിസും ഹമാസും വരെ IS-കാർക്കും വേണ്ടി അതൊന്നും എനിക്കറിയില്ല. പുള്ളിയുടെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട്. ഇവരല്ല സാറേ, ഇതിന് മുൻപ് ഇതുപോലെ ഒരു പണ്ഡിതൻ ഇവിടെ ആരെയോ എന്തോ പറഞ്ഞു കൈ വെട്ടുന്നോ കാല് വെട്ടുന്നോ പറഞ്ഞു, ഒരു പെറ്റി കേസ് എടുത്തോ സാറേ അയാളുടെ പേരിൽ. 4 വോട്ടിനും നക്കാപ്പിച്ച കാശിനും വേണ്ടി ഇവർ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ ഭരണകർത്താക്കൾ മിണ്ടാതിരിക്കും. അതിൽ ഒരു രാഷ്ട്രീയ പക്ഷഭേദവും ഇല്ല സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അലിക്കുട്ടിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ അലിക്കുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ പുഴക്കാട്ടരിയുടെ വർത്തമാനത്തെ കാണുന്നത്? സാറേ, ഇത് ഈ പിന്നെ കേരളത്തിലെ മൊത്തം ഈ കാര്യം ഈ ഉസ്താദ് ഏറ്റെടുത്തിട്ടുണ്ടോ? അത് ഇത്ര ധൈര്യമായിട്ട് ഇയാളിങ്ങനെ പറയാൻ, ഇയാൾക്ക് എന്താ അധികാരമുള്ളത് ഇയാൾക്ക് ഇത് പറയാൻ? ഈ കേരളത്തിൽ മൊത്തം വിധവകളെ അധികാരം ഏറ്റെടുത്തിട്ടുണ്ടോ? അതന്നെയാണ് നമ്മുടെ ചോദ്യം. എന്റെ ചോദ്യം അതാണ്. കാരണം മൊത്തത്തിൽ ഈ ഉസ്താദിന് ഇങ്ങനെ ഇത് ചോദിക്കേണ്ട ഒരു അവകാശമില്ല. എനിക്ക് എന്താ അവകാശമുള്ളത്? ഈ കേരളത്തിലെ മൊത്തം വിധവത് അവരുടെ പണം പിന്തിരിക്കുകയോ എന്ത് ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ അല്ലേ? ഈ ഉസ്താദിന് എന്താ അതിന്റെ അവകാശമുള്ളത് പറയാൻ? ശരി, അദ്ദേഹത്തിന്റെ കാര്യങ്ങള് വേറെന്തല്ല ഈ എന്റെ പറഞ്ഞത്. ശരി, ശ്രീ തോമസ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ തോമസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഞാൻ ഈ വിഷയത്തെ പറ്റി പ്രതികരിക്കുന്നത്, ഈ എല്ലാ മതങ്ങളും നന്മയ്ക്ക് വേണ്ടി പ്രതികരിക്കുന്നത്, അതായത് ദൈവം എന്നുള്ള സങ്കല്പം അത് നന്മയുടെ പ്രതീകമായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഈ ഒരു സ്ത്രീ അവര് പോയിരിക്കുന്നത് അവരുടെ മക്കളുടെ കൂടെ, അവർക്ക് വേറെ അന്യപുരുഷന്മാരോടോ അല്ലെങ്കിൽ വേറൊന്നോ അല്ല. ഇങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികരണം പാടില്ലായിരുന്നു. ഇതായിരുന്നു എന്റെ അഭിപ്രായം. ശരി, ശ്രീ തോമസ്, അങ്ങനെ വേറെ ആളുടെ കൂടെ പോയതൊന്നുമില്ലേ? ഒരു സ്ത്രീക്ക് ആരുടെ കൂടെ വേണമെങ്കിലും മക്കൾ ഞാൻ ഇവര് പോയത് മക്കളുടെ കൂടെയാണ്. അവർക്കിപ്പോൾ ആരുടെ മക്കൾ കൊടുക്കുന്നത് താല്പര്യമുള്ള ആരുടെ ഒരു സ്ത്രീക്കോ പുരുഷനോ താല്പര്യമുള്ള ആരുടെ കൂടെയും യാത്ര ചെയ്യുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. അതിന് മറ്റൊരാൾ ഇടപെടേണ്ട കാര്യവുമില്ല. ശ്രീമതി രജിതയാണ് പാലക്കാട് നിന്ന്. ശ്രീമതി രജിത, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. ഇത് ഉസ്താദുമാരും മതപണ്ഡിതന്മാരും ഒക്കെ ജനങ്ങളുടെ നന്മയ്ക്കും നേർവഴി കാണിക്കാനും വേണ്ടി പറയേണ്ട വ്യക്തികളാണ്. എന്നാണ് വെപ്പല്ല, അങ്ങനെയാണ് നമ്മള് അവരുടെ എല്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചാണ് അവരെന്ത് പറഞ്ഞാലും നമ്മള് എല്ലാവരും കേൾക്കും, അനുസരിക്കും, അങ്ങനെയുള്ള ഒരു ഇതിലാണ് ജനങ്ങൾ പൊതുവെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മള് വിധവകളായിട്ടുള്ള നിറയെ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവര് മക്കളെയൊക്കെ പഠിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ വീട്ടുജോലിക്ക് വരെ പോയി കിട്ടുന്ന പെൻഷൻ കൊണ്ട് വരെ ജീവിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളൊന്നും സഹായിക്കാതെ അവർക്കൊരു നല്ല കാലം വന്ന ഒരു മനസമാധാനത്തോടെ ജീവിക്കുന്ന സമയത്ത് കുറ്റം കണ്ടെത്തി പറയുന്ന ഈ ഉസ്താദുമാരുടെയും
ഒന്നും നമ്മൾ കേൾക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ജലീലാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ ജലീൽ, താങ്കൾ എങ്ങനെയാണ് ഈ പുഴക്കാട്ടേരിയുടെ വർത്തമാനത്തെ കാണുന്നത്? ഞാൻ വിളിച്ചത് ഇത് മുസ്ലിം സ്ത്രീകളോട് മുസ്ലിം മത പണ്ഡിതന്മാര് അവര് നിർദ്ദേശം കൊടുക്കുന്നത് ഇത് ഇത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ ശ്രീ ജലീൽ. എന്താണ് അല്ല ഞാൻ ചോദിക്കട്ടെ സാറേ, ഇപ്പോ ഈ മുസ്ലിം വിഷയങ്ങളിൽ മാത്രമാണ് നിങ്ങൾ ഈ ചാനൽ വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും ചർച്ച ചെയ്യും. ശ്രീ ജലീൽ ഒരു മിനിറ്റ്, ഇത് മുസ്ലിം വിഷയം, ക്രിസ്ത്യൻ വിഷയം, ഹിന്ദു വിഷയം മാറ്റി വെക്കൂ. ഒരു സ്ത്രീ അവർക്ക് യാത്ര ചെയ്യാനുള്ളിടത്തൊരു യാത്ര ചെയ്തു, അവരതിൽ സന്തോഷിച്ചു. അതിനെതിരെ വർത്തമാനം പറയാൻ, അതിനെതിരെ പരസ്യമായി അവരെ അപമാനിക്കാൻ ഈ ഉസ്താദ് ആരാണ്? ഉണ്ട്, തീർച്ചയായിട്ടും. എന്ത് അധികാരമാണുള്ളത്? ആ ഉസ്താദ് ഉൾക്കൊള്ളുന്ന സമുദായത്തോടാ പറഞ്ഞത്. അങ്ങനെ ഒരു സമുദായത്തോടല്ല, സ്വന്തം വീട്ടിൽ പോലും പറയാൻ അധികാരമില്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന രാജ്യത്ത് അവർക്ക് എവിടെയും പോകാൻ അവകാശമുണ്ട്. അത് ഉൾക്കൊള്ളുന്നവർക്ക് ഇല്ലാത്തവർ തള്ളാൻ അങ്ങനെയല്ല, അതിനെ തള്ളാൻ കഴിയണം നമുക്ക്. അതിനെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അങ്ങനെ തള്ളാൻ പറ്റില്ലല്ലോ. ഇസ്ലാം മതത്തിന്റെ ചുറ്റോട് ഇസ്ലാം മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീകൾ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീകൾ അനാവശ്യമായിട്ട് ഇതിൽ ഇറങ്ങുന്ന ഇസ്ലാം വിലക്കുന്നുണ്ട്. ഇത് അവരെവിടെ അനാവശ്യമായി പോയി? അവരവരുടെ മക്കളുടെ കൂടെ മണാലി പോയതിന് ഉസ്താദിന് എന്താണ് കുഴപ്പം? ഉസ്താദ് അങ്ങ് പോകാതിരിക്കുകയാണോ? ഈ ന്യൂസ് 18 ചാനൽ എനിക്ക് ഒരു അഭ്യർത്ഥന ഉണ്ട്. ഇപ്പൊ നമ്മൾ ജനം ചാനൽ പോലെ ഈ ന്യൂസ് 18 ജനം ചാനൽ പോലെ ഒന്നും അല്ല ശ്രീ ജലീൽ. ഇത് ഏത് വിഷയത്തിലും ഇതേ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, നിങ്ങൾ 4 മണിക്ക് ശേഷം മുസ്ലിം വിഷയങ്ങളിൽ മാത്രം എടുത്ത് താങ്കൾ ഒരു 20 ദിവസം എടുക്കും, അല്ലെങ്കിൽ ഒരു മാസം എടുക്കൂ. ഏതൊക്കെ വിഷയത്തിലാണ് വന്നതെന്ന് നോക്കൂ. അല്ല, മെക്സവൻ തുടങ്ങി ഞാൻ ദിവസം ഈ ന്യൂസ് 18 ചാനൽ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീ ജലീൽ തെറ്റായ വിവരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏത് മതത്തിനെതിരായാലും ഞങ്ങൾ വർത്തമാനം പറയും. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഈ ശബരിമല വിഷയത്തിലെടുക്കുക, എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്തില്ല? ശബരിമല വിഷയമൊക്കെ എത്രയോ കാലം ഈ ചാനൽ ചർച്ച ചെയ്തതാണ്. അതെ, ഞാൻ ചോദിക്കട്ടെ, അവിടെ ഹിന്ദു മത ആചാര്യന്മാർ പറഞ്ഞു സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല. അത് നമ്മളെന്താണ് ആ മതത്തിന്റെ ചിട്ട? അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു ആചാര്യനൊന്നും അല്ല ഈ നാട്ടിൽ നിയമം നിശ്ചയിക്കേണ്ടത്. ഈ നാട്ടിൽ നിയമം നിശ്ചയിക്കാൻ ഈ നാട്ടിൽ ഭരണഘടനയുണ്ട്, കോടതിയുണ്ട്. സ്ത്രീകളോട് മുസ്ലിം സ്ത്രീകളോട് പണ്ഡിതന്മാർ അങ്ങനെ മുസ്ലിം സ്ത്രീകളെല്ലാം ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് താങ്കൾ കരുതുന്നുണ്ടോ? അനുസരിക്കണമല്ല, അനുസരിച്ചോട്ടെ. ഒരാളും അനുസരിക്കരുത്. അങ്ങനെയില്ല, അതെങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? എന്താ ഈ കാലത്ത് അവരുടെ അവകാശമല്ലേ? ഈ ഭരണഘടന അവകാശം നൽകുന്നില്ല അവർക്ക് പോകാൻ? മതത്തിന്റെ നിയമങ്ങൾ അതിന്റെ പണ്ഡിതന്മാര് പറഞ്ഞുകൊണ്ടേ നിൽക്കും. ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തൊക്കെ പണ്ഡിതനും താങ്കൾ വിളിക്കുന്നത്? ഈ കാലത്ത് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് അദ്ദേഹം? അവരുടെ ദൗത്യം നിർവഹിക്കേണ്ട അത് ദൗത്യമൊന്നുമല്ല ശ്രീ ജലീല്. അല്ലല്ലോ സാറേ, അത് ഇത് ആ മതം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറയില്ല. ഇല്ല, അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇന്നിപ്പോ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ ശ്രീ ജലീല്, ഒരു സ്ത്രീ 25 വർഷം മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അവർ ഈ ജീവിതത്തോട് ഇതുപോലെയുള്ള ഒരുപാട് കക്ഷികൾ, ഈ ഇബ്രാഹിം വിഴക്കാട്ടേരി പോലുള്ള ഒരുപാട് വിഴക്കാട്ടേരിമാർ നിൽക്കുന്ന സമൂഹത്തിലല്ലേ അവരോടൊക്കെ പടവെട്ടിയായിരിക്കുമല്ലോ ജീവിച്ച് അവരുടെ മക്കളെ വളർത്തി അവരെ ഒരു നിലയിലെത്തിച്ചത്. അവരുടെ മക്കൾ അവരെ ഒരു യാത്ര കൊണ്ടുപോയി. ഒറ്റപ്പെട്ട സംഭവമല്ലേ, അത് വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യം. പരസ്യമായി പറയാൻ ഒരാൾക്ക് ധൈര്യം ഉണ്ടായില്ലേ? നാണക്കേടല്ലേ? അയാൾക്ക് ഒരു നാണം തോന്നണ്ടേ? അതൊന്നുമില്ല, അതിലും നാണക്കേടൊന്നുമില്ല. അയാൾക്ക് നാണം തോന്നണ്ടേ? ഞാൻ ചെയ്ത് തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടണ്ടേ? അദ്ദേഹത്തെ തോന്നേണ്ട ആവശ്യമില്ല സാറേ. ഇത് മതം അനുശാസിക്കുന്നവർക്ക് പറഞ്ഞിട്ടുണ്ട്. ആ മതം നന്നായി പഠിച്ചാൽ അദ്ദേഹം അങ്ങനെ പറയില്ല. അവർ മതത്തെ കുറിച്ച് നന്നായി പഠിച്ചതന്നെ അവർ പറയുന്നത്. അങ്ങനെ പഠിച്ചിട്ടാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതിനെക്കുറിച്ച് അറിവുള്ളവരാരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല. ശരി, ശ്രീ മുരളീധരനാണ് വയനാട് നിന്നും. ശ്രീ മുരളീധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? മതം പറയുന്നതനുസരിച്ച് ജീവിക്കാൻ ഇതൊരു മതരാഷ്ട്രമല്ലല്ലോ. ഇത് താലിബാനും പാകിസ്ഥാനും ഒന്നും അല്ല, ഇത് ഭാരതമാണ്. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് അവകാശമുണ്ട്. ഇയാളെ പോലെ പണ്ഡിതൻ അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ ഇങ്ങനത്തെ വൃത്തികേട് പറഞ്ഞാൽ അയാളുടെ പേരിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യണം. അയാൾ മേലാൽ ഇങ്ങനത്തെ ഇത് പറയരുത്. അത് മാത്രമല്ല, ഇയാളെ പോലെ ഇപ്പൊ ഈ പഞ്ചായത്ത് ജലീലിനെ പോലെയുള്ള കുറെ ആൾക്കാര് ഇവരെ ഇങ്ങനെ എല്ലാ മതത്തിലും ഉണ്ട് ശ്രീ മുരളീധരൻ. എല്ലാ മതത്തിലും ഇത്ര ആളുകൾക്ക് ഒരു ക്ഷാമവും ഇല്ല. അതിന് മുസ്ലിം മതത്തിൽ മാത്രമൊന്നും അല്ല. ഇപ്പൊ പുതിയ കാലത്ത് ഏത് മതത്തിലായാലും ഈ രീതിയിലുള്ള അത് കറക്റ്റായ അഭിപ്രായമാണ് താങ്കളെ. ശ്രീ ഷാനൂരാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാനൂർ, വേഗത്തിൽ പറയണം, നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ്. നമസ്കാരം. നമസ്കാരം. മതമേതായാലും മനുഷ്യൻ ഒന്നായാൽ മതി എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോ ആ ഉമ്മ പോയതിൽ ഉസ്താദിന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഉസ്താദിന്റെ വീട്ടിലെ കാര്യം നോക്കി കൃത്യമായി മക്കളെയും കുടുംബവും ഒക്കെ നോക്കി തന്നെ പറഞ്ഞാൽ മതി. ആ ഉമ്മ 25 വർഷം വീട്ടിലും അങ്ങനൊന്നും പറയാൻ കഴിയില്ല. കാലത്ത് വീട്ടിലായാലും തെറ്റ് പറയരുത്. ശ്രീ ശിവൻകുട്ടിയാണ് പത്തനംതിട്ടയിൽ. ശ്രീ ശിവൻകുട്ടി, വേഗത്തിൽ പറയാമോ? ഹലോ, വേഗത്തിൽ പറയാമോ? നമ്മുടെ സമയം അവസാനിക്കാറ്, അതുകൊണ്ടാണ്. ബിനോയാണ്. ഹലോ, ബിനോയ് പറഞ്ഞോളൂ എളുപ്പം. അല്ല, കേട്ടോ, അപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ ഈ ഉസ്താക്കന്മാര്
മതപരമായ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒരു ഉമ്മ 25 വർഷമായി അവരുടെ ഭർത്താവ് മരിച്ചു മക്കളുമായിട്ടാണ് പെസഫ് ചെയ്ത് പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഉസ്താദിന്. ഒരാളുടെയും പേരെടുത്ത് ഏതെങ്കിലും ഒരു സംഭവം അദ്ദേഹത്തിന് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ പറയേണ്ട ആവശ്യം പറയണമെങ്കിൽ തന്നെ ഒരു സംഭവം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന പ്രതികരണം തന്നെയാണ് ന്യൂസ് 18 പൊതുവേദിയുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരാൾ ഒഴികെ ബാക്കി മഹാഭൂരിപക്ഷം പേരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഈ കാലത്തിന് യോജിച്ച അഭിപ്രായമല്ല ഇബ്രാഹിം പുഴക്കാട്ടേരി പറഞ്ഞതെന്നും അവർക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ അവകാശമുണ്ട്. ഇത്തരം മത പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെ രീതിയിലല്ല, ഒരു മതവും അങ്ങനെ പറയുന്നില്ല എന്ന് ആധികാരികമായി പറഞ്ഞ പ്രേക്ഷകരടക്കമുണ്ട്. എന്തായാലും സമൂഹത്തിൽ ഇത്തരം മാറ്റങ്ങൾക്ക് നേരെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പ്രേക്ഷകരും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം മനുഷ്യരും എന്നത് നമുക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഘടകം തന്നെയാണ്. എന്തായാലും ഇതേ വിഷയം തന്നെ നമുക്ക് ഇന്ന് രാത്രി 8 മണിക്കും ന്യൂസ് 18 ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി അവസാനിക്കുകയാണ്. നാളെ മറ്റു വിഷയവുമായി ഇതേ സമയം.